നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. അപ്പം +1 നിന്നും +2ലേക്ക് വരുന്നവർക്ക് ഹിസ്റ്ററിയെ കുറിച്ച് അറിയായിരിക്കും. എന്താ ഹിസ്റ്ററി എന്ന്, അഥവാ ചരിത്രം എന്താ? പണ്ടത്തെ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഏതോ ചരിത്രം എന്നറിയപ്പെടുന്നത്. സ്റ്റഡി അബൌട്ട് പാസ്റ്റ്. പണ്ടത്തെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് എന്തായിരുന്നു? ലോക ചരിത്രത്തിലെ 11 പ്രമേയങ്ങളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത്. അതായത് മനുഷ്യന്റെ കാലാരംഭം മുതൽ അവൻ ആധുനിക പാതയിലേക്ക് എത്തുന്നവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിച്ചത്? ഫസ്റ്റ് ഇയർ പഠിച്ചത്. ഫസ്റ്റ് ഇയറിൽ നിന്ന് വ്യത്യസ്തമാണ് സെക്കൻഡ് ഇയറിലേക്ക് വരുന്നത്. അതെന്താ സംഭവം? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് എന്തായിരുന്നു? പൂർണ്ണമായിട്ടും ലോക ചരിത്രം അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ചാണ് പഠിച്ചത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നത് വേൾഡ് ഹിസ്റ്ററി അല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ ഇന്ത്യൻ ചരിത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത്. അപ്പൊ പൊതുവെ സെക്കൻഡ് ഇയറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്നത് എളുപ്പമാണ്, അതേസമയത്ത് പാടുമാണ്. അപ്പൊ എന്താ എളുപ്പം എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രമാണ്. അപ്പൊ നമ്മള് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് കുറച്ചൊരു ഡീപ്പായിട്ട് നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. ഇനി പാഠം എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചത് 11 ചാപ്റ്ററാണ്. പക്ഷെ സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 15 ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ. രണ്ടാമതായി ഓരോ ചാപ്റ്റേഴ്സിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്. നമുക്ക് തുടക്കം മുതൽ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഈ സെക്കൻഡ് ഇയറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് +2 ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയുടെ ആദ്യ ചാപ്റ്റേഴ്സിലെയാണ്. ചാപ്റ്ററിന്റെ പേര് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. എന്താണ് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്? ഇഷ്ടികകള്, കൺമണികള്, അതേപോലെ അസ്ഥികള്. ഇഷ്ടികകള്, കൺമണികൾ അഥവാ മുത്തുകള്, അതേപോലെ ബോൺസ് അല്ലെങ്കിൽ അസ്ഥികൾ. ഇതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തത് ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ പേര് സൂചിപ്പിക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ബ്രിക്സ്, ബീഡ്സ്, ബോൺസ്. അപ്പൊ എന്താ സംഭവം? എന്താ നമുക്ക് പണ്ടത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പണ്ടത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന തെളിവുകളാണ് ഈ പറഞ്ഞതുപോലെ ബ്രിക്സ് ആയിക്കോട്ടെ, ബീഡ്സ് ആയിക്കോട്ടെ, ബോൺസ് ആയിക്കോട്ടെ. ഇതൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകളാണ്. നമ്മൾ പറഞ്ഞതുപോലെ എന്തെല്ലാം ഈ കല്ലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചുരുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മുത്തുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അസ്ഥികളായിക്കോട്ടെ, ഇപ്പൊ പണ്ടത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്ന പ്രധാന തെളിവുകളാണ് ഈ പറഞ്ഞ ബ്രിക്സും, ബീഡ്സും, ബോൺസ്. അപ്പൊ പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ വർഷം പഠിക്കാൻ പോകുന്നു. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദിയുടെ സംസ്കാരം, അതിന്റെ ആരംഭം, അതിന്റെ ഉയർച്ച, അതിന്റെ വികാസം, അതിന്റെ തകർച്ച, അതിന്റെ സവിശേഷതകൾ, ഇതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പൊ എന്താ ഇൻഡസ് വാലി സിവിലൈസേഷൻ? നമ്മുടെ ഇന്ത്യക്ക് തനതായ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ തനതായ സംസ്കാരമായിരുന്നു ഏതാ? ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ആ പേരിൽ അറിയപ്പെടുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ? അതിനുള്ള കാരണം ഈ സംസ്കാരം ഉടലെടുക്കുക ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു നദിയുടെയും അതിന്റെ ട്രിബ്യൂട്ടറീസ്, അതിന്റെ പോഷക നദികളുടെയും തീരങ്ങളിലാണ് ഈ സംസ്കാരം എന്ത് ഉടലെടുത്തത്. അതുകൊണ്ടാണ് ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദിയുടെ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ നോക്കി കാണാൻ പറ്റും, അത് ഇതേ സംസ്കാരം ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. ഏതാ? ഹരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരേ സംസ്കാരത്തിന്റെ 2 പേരിൽ അറിയപ്പെടുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈ ഗവേഷകരുടെ, പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ അവർ ഏത് പ്രദേശമാണോ ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആ പ്രദേശത്തിന്റെ പേരിൽ എന്ത് ചെയ്യും? ആ സംസ്കാരം അറിയപ്പെടും. അപ്പൊ നമ്മൾ ഇൻഡസ് വാലിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയ സംസ്കാരമായിരുന്നു സിന്ധു നദിയുടെ സംസ്കാരം. ഹരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ, ബനാവലി, കാലിബംഗൻ, ലോത്തൽ, ധോളവീര, രൂപർ, രംഗ്പൂർ തുടങ്ങി ഒരുപാട് പ്രദേശങ്ങൾ കൂടിച്ചേർന്ന വലിയ സംസ്കാരമായിരുന്നു ഏത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ പറഞ്ഞ സംസ്കാരങ്ങളിൽ അല്ലെങ്കിൽ ഇൻഡസ് വാലിയിൽ ആദ്യമായി പുരാവസ്തു ഗവേഷകർ ഉത്ഖനനം നടത്തിയത് അല്ലെങ്കിൽ ഗവേഷണം നടത്തിയത് എവിടെ? ഹരപ്പയിലായതുകൊണ്ടാണ് ഈ സംസ്കാരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുരാവസ്തു ഗവേഷകരുടെ രീതി അനുസരിച്ച് അവർ ഏത് പ്രദേശമാണോ ആദ്യം ഉത്ഖനനം ചെയ്യപ്പെടുന്നത് ആ പ്രദേശത്തിന്റെ പേരിൽ ആ സംസ്കാരം അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിൽ.
ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ വൈകിയാണ്, അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടം മുന്നേ സംസ്കാരം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം ഒരു 1900 ശേഷം, അല്ലെങ്കിൽ 1921, 22 സമയത്താണ് ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ തെളിവുകൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയത്. അപ്പൊ അതെങ്ങനെയായിരുന്നു? അപ്പൊ ഫസ്റ്റ് ആയി ചോദിക്കാൻ സാധ്യതയുള്ളത് 1826 ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ചാൾസ് മേസൺ ഈ പ്രദേശം എന്ത് ചെയ്യുകയുണ്ടായി, സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഒരു തകർന്ന ഒരു ഗ്രാമത്തിന്റെ അവശിഷ്ടം അദ്ദേഹത്തിന് എന്ത് ചെയ്യും മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി. 1826 ചാൾസ് മാസൺ എന്നറിയപ്പെടുന്ന വ്യക്തി, ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുകയുണ്ടായി, ഈ പ്രദേശം നിരീക്ഷിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായി ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ചൊരു കാര്യം മുന്നോട്ട് വെച്ചത്. തുടർന്ന് 1850 സമയത്ത് ഇന്നത്തെ പാകിസ്ഥാനിലുള്ള കറാച്ചി, ലാഹോർ ഈ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റെയിൽവേ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അന്ന് റെയിൽവേക്ക് ആവശ്യമായിട്ട് ഇവിടെ കല്ലുകൾ വേണമായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഈ കല്ലുകൾ ശേഖരിച്ചത് തൊട്ടടുത്തുള്ള ഒരു കൂന അല്ലെങ്കിൽ ജീപ്പിൽ നിന്നായിരുന്നു. തൊട്ടടുത്തുള്ള കൂനയിൽ നിന്നാണ് അവർ എന്ത് ചെയ്തത്, ഈ റെയിൽവേക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന കല്ലുകൾ ശേഖരിച്ചത്. അപ്പൊ കല്ലുകൾ ശേഖരിച്ചപ്പോൾ ആ കല്ലുകൾ എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് അവർക്ക് തോന്നി. അവരെന്ത് ചെയ്തു, ഉടനെ എഞ്ചിനീയേഴ്സിനെ അറിയിച്ചു. ഉടൻ തന്നെ എഞ്ചിനീയർമാർ എന്ത് ചെയ്യുണ്ടായി, ആർക്കിയോളജിസ്റ്റ് അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകരെ അറിയിക്കുകയും തുടർന്ന് പുരാവസ്തു ഗവേഷകർ എത്തുകയും ഇവിടെ ഉത്ഖനനം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചത്, ഇവിടെ മഹത്തായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അങ്ങനെ 1856 അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന അലക്സാണ്ടർ കണ്ണിഹാമിന്റെ കീഴിൽ ഒരു വിഭാഗം എന്ത് ചെയ്യുണ്ടായി, ഈ പ്രദേശത്തെത്തി ഇവിടെ ഉത്ഖനനം നടത്തി. പക്ഷേ ഹരപ്പയെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻഡസ് വാലിയെ കുറിച്ചോ ഒരുപാട് തെളിവുകൾ മുന്നോട്ട് വയ്ക്കുവാൻ ആർക്ക് സാധിച്ചില്ല, അലക്സാണ്ടർ കണ്ണിഹാമിനും സംഘത്തിനും സാധിച്ചില്ല. അപ്പൊ ഇങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് 1921-22 കാലഘട്ടത്തോട് കൂടിയാണ്. അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ജോൺ മാർഷൽ അന്ന് രണ്ടുപേരെ ഇവിടേക്ക് അയച്ചു. ആരൊക്കെയായിരുന്നു, ദയാം സാഹിനിയും ആർ.ഡി. ബാനർജി. ഇവർ മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. അപ്പൊ അന്ന് രണ്ടുപേരെ അന്നത്തെ 1921-22 സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ജോൺ മാർഷൽ, ആരൊക്കെ, ദയാം സാഹിനിയും ആർ.ഡി. ബാനർജി. അപ്പൊ ഇവരെന്ത് ചെയ്യുണ്ടായി, ഈ പറഞ്ഞ ഇൻഡസ് വാലിയിലേക്ക് എത്തുകയും ഈ പ്രദേശത്ത് ഉത്ഖനനം നടത്തുകയും ചെയ്തു. അങ്ങനെ 1921-22 സമയത്ത് ദയാം സാഹിനി ഹാരപ്പയും ആർ.ഡി. ബാനർജി മോഹൻജാരെ എന്ത് ചെയ്യുണ്ടായി, കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് 1924 ജോൺ മാർഷൽ ഇങ്ങനെയൊരു സംസ്കാരത്തെ കുറിച്ചുള്ള തെളിവുകൾ നൽകുകയും ചെയ്തു, ലോകജനങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇതാണ് മെയിനായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങി വെച്ചത്, നമുക്ക് ഈ വർഷം പഠിക്കാൻ എത്ര പാഠമുണ്ടെന്ന് പറഞ്ഞപ്പോൾ 15 പാഠമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് പാഠം നമ്മൾ തുടങ്ങി വെച്ചു, ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. അപ്പൊ അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഈ വർഷം പഠിക്കുന്നത് 15 ചാപ്റ്റർ ആണ്. ആ 15 ചാപ്റ്റേഴ്സിനെ നമ്മൾ 4 ബ്ലോക്കായി തിരിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറയേണ്ട പോയിന്റ് ആയിരുന്നത് കേട്ടോളൊക്കെ 4 ബ്ലോക്കായി നമ്മൾ തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നത് ഏർലി ഇന്ത്യ, ആദ്യകാല ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ബ്ലോക്ക് പഠിക്കുന്നത് മെഡീവൽ ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ ബ്ലോക്ക് പഠിക്കുന്നത് മോഡേൺ ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നാലാമത്തെ ബ്ലോക്ക് പഠിക്കുന്നത് പ്രീ മോഡേൺ കേരള അല്ലെങ്കിൽ അതേപോലെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി. അപ്പൊ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 4 ബ്ലോക്കിൽ പഠിക്കുന്നത്. അതായത് പ്രാചീന ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മധ്യകാല ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ആധുനിക ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ കേരള ചരിത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മള് ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സംസ്കാരം സിവിലൈസേഷന്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ചും അതിന്റെ കണ്ടെത്തലിനെ കുറിച്ചും നമ്മൾ എന്ത് ചെയ്തത്, ഇതുവരെ പറഞ്ഞത്. ഇനി നമ്മൾ ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളായിരിക്കും, അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിലൂടെയാണ് ഹരപ്പൻ സംസ്കാരം എന്ത് ചെയ്തത്, കടന്നുപോയത്. ഒന്ന് ഏർലി ഹരപ്പൻ സിവിലൈസേഷൻ, രണ്ടാമത് മെച്ചൂർ ഹരപ്പൻ സിവിലൈസേഷൻ, 3 ലേറ്റർ ഹരപ്പൻ സിവിലൈസേഷൻ. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഏർലി ഹരപ്പൻ സിവിലൈസേഷൻ, രണ്ടാമത് മെച്ചൂർ ഹരപ്പൻ സിവിലൈസേഷൻ, മൂന്നാമത് ലേറ്റർ ഹരപ്പൻ സിവിലൈസേഷൻ. ഒന്ന് ആദ്യകാല ഹരപ്പൻ സംസ്കാരം, രണ്ടാമത് വികസിത ഹരപ്പൻ സംസ്കാരം, 3 പിൽക്കാല ഹരപ്പൻ സംസ്കാരം. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഹരപ്പൻ സംസ്കാരം എന്ത് ചെയ്തത്, കടന്നുപോയത്. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതകളുണ്ട്. ഏർലി ഹരപ്പൻ സിവിലൈസേഷനും മെച്ചൂർ ഹരപ്പൻ സിവിലൈസേഷനും കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, നമ്മൾ നേരെ പോകുന്നതിന്
ഡിഫറൻസ് അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം തമ്മിലുള്ള കമ്പയർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഏർലി ഹരപ്പൻ സിവിലൈസേഷൻ ആൻഡ് മെച്ചൂർ ഹരപ്പൻ സിവിലൈസേഷൻ. ഇപ്പോൾ ആദ്യകാല ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു വില്ലേജ് എക്കോണമി ആയിരുന്നു, അല്ലെങ്കിൽ വില്ലേജ് കൾച്ചർ ആയിരുന്നു. ഒരു ഗ്രാമീണ മേഖലയുടെ സംസ്കാരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് ആദ്യകാല ഹരപ്പൻ സംസ്കാരം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മെച്ചൂറിലേക്ക് എത്തുന്നതോട് കൂടി അതെന്ത് ചെയ്യുന്നു, ഒരു റൂറൽ എക്കോണമിയിൽ നിന്നും ഒരു വില്ലേജിലേക്ക് അല്ലെങ്കിൽ ഒരു വില്ലേജുള്ള അർബൻ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു നഗര കേന്ദ്രിതമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഇത് മെച്ചൂർ സ്റ്റേജിലേക്ക് ആകുമ്പോൾ കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്തായിരുന്നു, ഫസ്റ്റ് പറഞ്ഞ പോലെ ഏർലി ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമീണ തനിമയുള്ള ഒരു സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മെച്ചൂറിലേക്ക് എത്തുന്നതോടുകൂടി എന്തായി മാറുന്നത്, ഡെവലപ്ഡ് ആയി അർബൻ സെന്റർ ആയി മാറുന്നു. അപ്പൊ ഒരു ഫീച്ചേഴ്സ് ചോദിക്കാം, ഏർലിയും മെച്ചൂറും കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഫസ്റ്റ് പോയിന്റ്, ഏർലി ഹരപ്പൻ സിവിലൈസേഷൻ ഹാഡ് എ ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് പോർട്രേ. ഇപ്പൊ വ്യത്യസ്തമായിട്ടൊരു മൺപാത്ര ശൈലി ആർക്കറിയാമായിരുന്നു, ആദ്യകാല ഹരപ്പൻ ജനതയ്ക്ക് എന്തറിയാമായിരുന്നു, ഡിസ്റ്റിങ്റ്റീവ് സ്റ്റൈൽ ഓഫ് എ പോർട്രേ. വ്യത്യസ്ത രീതിയിലുള്ള മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് ആർക്കുണ്ടായിരുന്നു, ആദ്യകാല ഹരപ്പൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ദ മേജർ ഓക്യുപ്പേഷൻ, പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ കൈത്തൊഴിലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് പാസ്റ്ററലിസം, കൃഷിയും മൃഗപരിപാലനവുമായിരുന്നു ആരുടെ ഉപജീവനമാർഗം, ആദ്യകാല ഹരപ്പൻ ജനങ്ങളുടെ ഉപജീവനമാർഗം. രണ്ട് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, പീപ്പിൾ ആൾസോ എൻഗേജ് ഇൻ ക്രാഫ്റ്റ് വർക്ക്. നമ്മൾ പറഞ്ഞ പോലെ കൃഷി അല്ലെങ്കിൽ മൃഗപരിപാലനം ഇതിന് പുറമെ അവർ എന്തിലേർപ്പെടുകയുണ്ടായി, കരകൗശല ജോലികൾ എന്ത് ചെയ്യുണ്ടായി ഏർപ്പെടുകയും ചെയ്തു. ആൾസോ എൻഗേജ് ഇൻ ക്രാഫ്റ്റ് വർക്ക്. അപ്പം കരകൗശല ജോലികൾ അവർ എന്ത് ചെയ്യുണ്ടായി ഏർപ്പെടുകയുണ്ടായി. 3 പോയിന്റ്. 4ാമത്തെ പോയിന്റ്, സെറ്റിൽമെന്റ്സ് വെയർ ജനറലി സ്മാൾ ഇൻ സൈസ്. ഇപ്പൊ ആദ്യകാല ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ വാസസ്ഥലങ്ങളെല്ലാം എങ്ങനെയുള്ളതായിരുന്നു, ചെറിയ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളല്ല, മറിച്ച് ചെറിയ ചെറിയ വാസസ്ഥലങ്ങളാണ് ആദ്യകാല ഹരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് വൺ, there were no large building. അത് മാത്രമല്ല, നമുക്ക് ഇന്ന് അറിയാം, നമുക്ക് ഇന്ന് 20-30 നിലകളുള്ള ഒരുപാട് ബിൽഡിംഗ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആദ്യ ഹരപ്പിലേക്ക് പോയി കഴിഞ്ഞാലോ ഈ വലിയ രീതിയിലുള്ള ഉയരം കൂടിയ ബിൽഡിംഗ്സ് വലിയ ലാർജർ ആയിട്ടുള്ള ബിൽഡിംഗ്സ് എവിടെ ഉണ്ടായിരുന്നില്ല, കെട്ടിടങ്ങൾ എവിടെ ഉണ്ടായിരുന്നില്ല, ആദ്യകാല ഹരപ്പൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 5 പോയിന്റാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റൈൽ ഓഫ് പോട്ടറി, വ്യത്യസ്ത രീതിയിലുള്ള മൺപാത്ര നിർമ്മാണത്തെക്കുറിച്ച് ശൈലിയെക്കുറിച്ച് ആർക്കറിയുമായിരുന്നു, ആദ്യ ഹരപ്പൻ ജനങ്ങൾക്ക് അറിയുമായിരുന്നു. അവിടെ മേജർ ഓക്യുപ്പേഷൻ എന്തൊക്കെയായിരുന്നു, അഗ്രികൾച്ചർ ആൻഡ് പാസ്റ്ററലിസം, കൃഷിയും അതുപോലെ മൃഗപരിപാലനവും അല്ലെങ്കിൽ ഈ കന്നുകാലി മേഖലോ അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് കൂടുതൽ അവർ എന്ത് ചെയ്തത് ഏർപ്പെട്ടത്. അത് മാത്രമല്ല, ആൾസോ എൻഗേജ്ഡ് ഇൻ ക്രാഫ്റ്റ് വർക്ക്. ഇതിന് പുറമെ അവർ എന്തിലേർപ്പെടുകയുണ്ടായി, കരകൗശല ജോലികളിൽ ഏർപ്പെടുകയുണ്ടായി. ഇനി ഇവിടുത്തെ നമ്മളെ കെട്ടിടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സെഗ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെന്റ്സ് ജനറലി സ്മാൾ ഇൻ സൈസ്. എങ്ങനെയുള്ളതായിരുന്നില്ല, ചെറിയുള്ള കെട്ടിടങ്ങളാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെയാണ് there were no large buildings. ബിൽഡിംഗ്സ് എല്ലാം എങ്ങനെയായിരുന്നു, വളരെ ചെറിയ ബിൽഡിംഗ്സ് നമുക്ക് ആദ്യകാല ഹരപ്പൻ ജനങ്ങളെ കുറിച്ച് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് വ്യക്തമാക്കുന്നത് ആദ്യകാല ഹരപ്പൻ ജനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒരു വില്ലേജ് എക്കോണമി, ഒരു ഗ്രാമീണ മേഖല അല്ലെങ്കിൽ ഗ്രാമീണ സംസ്കാരം ഉണ്ടായിരുന്നതായിരുന്നു ആദ്യകാല ഹരപ്പൻ സംസ്കാരം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി മെച്ചൂർ ഹരപ്പയിൽ എത്തുമ്പോൾ കുറച്ചുകൂടി വികസനം നേടുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യകാല ഹരപ്പയിൽ നിന്നും കുറച്ചുകൂടി പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഏത്, മെച്ചൂർ ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ വികസിത ഹരപ്പൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, എമർജൻസ് ഓഫ് ലാർജ് സിറ്റീസ്. നേരത്തെ പറഞ്ഞതാണ്, ആദ്യത്തെ ഗ്രാമീണ തനിമയിൽ നിന്ന് എന്തിലേക്ക് മാറുകയാണ്, അവര് ഒരു റൂറൽ ഏരിയയിലേക്ക് തിരികെയാണ് അല്ലെങ്കിൽ ഒരു നഗരത്തിലേക്ക് തിരികെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എമർജൻസ് ഓഫ് ലാർജ് സിറ്റീസ്, ഒരുപാട് വലിയ നഗരങ്ങൾ ഇക്കാലത്ത് എന്തെയുണ്ടായി ആരംഭിച്ചു. ഒന്ന്. രണ്ടാമതായി പ്ലാന്റ് ടൗൺഷിപ്പ്. അപ്പൊ അവിടെ നിർമ്മിക്കപ്പെട്ട എല്ലാ കെട്ടിടങ്ങൾക്കും എന്തുണ്ടായിരുന്നു, ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആദ്യകാലത്തിൽ നിന്ന് ഒരുപാട് പുതിയ കെട്ടിടങ്ങൾ ഈ മെച്ചൂർ ഹരപ്പയിൽ എത്തുകയുണ്ടായി. അതെല്ലാം എങ്ങനെയുണ്ടായിരുന്നു, പ്ലാന്റ് ടൗൺഷിപ്പ്. വ്യത്യസ്തമായ ആസൂത്രണത്തോട് കൂടിയാണ് അവർ എന്ത് ചെയ്തത്, ഒരുപാട് ടൗൺഷിപ്പ് ഒക്കെ ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചത്. മൂന്നാമത് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. അവരെന്ത് ചെയ്യുകയുണ്ടായി, മറ്റു പല പ്രദേശങ്ങളിലെത്തി അവിടെ നിന്ന് കച്ചവടം ആരംഭിക്കുകയുണ്ടായി. അപ്പൊ ആദ്യകാലത്ത് പറഞ്ഞ പോലെ എന്ത് മാത്രമായിരുന്നു, അഗ്രികൾച്ചറുമായി അല്ലെങ്കിൽ കൃഷിപരമായ കാര്യങ്ങളിൽ മൃഗങ്ങളെ പരിപാലിക്കുക പോലെയുള്ള ജോലികളാണ് അവർ കൂടുതൽ ഏർപ്പെട്ടിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മെച്ചൂർ ഹരപ്പയിലേക്ക് എത്തുന്നത് കൂടി അവർ എന്ത് ചെയ്യുകയുണ്ടായി, ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം ആരംഭിക്കുകയുണ്ടായി. അതെങ്ങനെ, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്. ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമല്ലാതെ മറ്റു പല പ്രദേശങ്ങളുമായി ചേർന്ന് എന്ത് ചെയ്യുകയുണ്ടായി, അവര് കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് അർബൻ സെന്റേഴ്സ്, ഒരുപാട് നഗര കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു, അല്ലെങ്കിൽ അർബനൈസേഷൻ ആരംഭിച്ചു, നഗരവൽക്കരണം തന്നെ എന്ത് ചെയ്യുകയുണ്ടായി ആരംഭിച്ചു.
നിങ്ങൾ ഫസ്റ്റിൽ പഠിച്ചു കാണും അർബനൈസേഷനെ കുറിച്ചൊക്കെ. അപ്പോൾ ചുരുക്കത്തിൽ ഈ മെറ്റ് ഹാരപ്പയിൽ എത്തുന്നതോട് കൂടി അവിടെ എന്തും ആരംഭിച്ചു, ഒരു അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ സെന്റേഴ്സ് ആരംഭിക്കുകയും ചെയ്യും. ലാസ്റ്റ് വൺ, യൂണിഫോം ടൈപ്പ് ഓഫ് ബ്രിക്സ്, ബീഡ്സ്, വെയിറ്റ്, സ്റ്റീൽസ്, പോട്ടറി എക്സെട്ര. ഒരു ഏകീകൃത രീതിയിലുള്ള മൺപാത്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹാരപ്പൻ മുദ്രകളായിക്കോട്ടെ, അതല്ലെങ്കിൽ അവരുടെ മുത്തുകളായിക്കോട്ടെ, അളവ് തൂക്ക സമ്പ്രദായങ്ങളായിക്കോട്ടെ, ചുടുകളായിക്കോട്ടെ, ഇഷ്ടികളായിക്കോട്ടെ, എല്ലാം ഏത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിലും എന്ത് കാണാൻ സാധിക്കും, നമുക്ക് ഒരു യൂണിഫോമിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഏകീകൃത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ, മെറ്റ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഇത് 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ കമ്പയറാണ് പഠിച്ചത്. ഫസ്റ്റ് പറഞ്ഞതുപോലെ ഏർലി ഹാരപ്പൻ അല്ലെങ്കിൽ ആദ്യകാല ഹാരപ്പൻ സംസ്കാരം എങ്ങനെയായിരുന്നു? ഒരു വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമീണ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പറഞ്ഞതുപോലെ ഡിസ്റ്റിങ്ക്റ്റീവ് സ്റ്റൈൽ ഓഫ് പോട്ടറി, ഇപ്പൊ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മൺപാത്ര ശൈലിയെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു. ഇതിന്റെ മേജർ ഒക്യുപ്പേഷൻ എന്തൊക്കെയായിരുന്നു? അഗ്രികൾച്ചർ ആൻഡ് പാസ്റ്റലിസം, അതായത് കൃഷിയും അതുപോലെ മൃഗപരിപാലനം അങ്ങനെയുള്ള ജോലികളാണ്, അല്ലെങ്കിൽ കന്നുകാലി മേയ്ക്കുക അങ്ങനെയുള്ള ജോലികളാണ് അവർ കൂടുതലായി ഏർപ്പെട്ടിരുന്നത്. ദേ ആൾസോ എൻഗേജ്ഡ് ഇൻ ക്രാഫ്റ്റ് വർക്ക്, കരകൗശല ജോലികൾ അവർ എന്ത് ചെയ്യുകയുണ്ടായി, ഏർപ്പെടുകയുണ്ടായി. ഇനി ഇവിടുത്തെ സെറ്റിൽമെന്റ് സ്ഥലങ്ങളിലെ വാസസ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് എങ്ങനെയുള്ളതായിരുന്നു? ജനറല് സ്മാൾ ഇൻ സൈസ്, ചെറിയ രീതിയിലുള്ള വാസസ്ഥലങ്ങളാണ് കൂടുതലും കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ നമ്മൾ വീടുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിയോട് കൂടിയുള്ളതോ അല്ലെങ്കിൽ ചെറുതും ഇടുങ്ങിന് മാറ്റുള്ള മുറികളോട് കൂടി വീടുകളാണ് കൂടുതൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ലാസ്റ്റ് വൺ, there were no large buildings, വലിയ കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, ആദ്യ ഹാരപ്പൻ സംസ്കാരത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മെസ്സിലേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് മാറ്റമുണ്ട് നമ്മൾ പഠിച്ചതാണ്. വില്ലേജിൽ നിന്നും എങ്ങനെയുള്ള ഒരു റൂറൽ ഏരിയയിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ അർബൻ റൂറൽ അർബൻ ഏരിയയിലേക്ക് എത്തുകയാണ്. അതായത് ഒരു നഗര കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യാണ്, എത്തുകയാണ്. അപ്പം ഗ്രാമത്തിൽ നിന്ന് എവിടേക്ക് നഗരത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പറഞ്ഞതുപോലെ എമർജൻസ് ഓഫ് ലാർജ് സിറ്റീസ്, വലിയ ഒരുപാട് നഗരങ്ങളാണ് ഈ കാലത്ത് എന്ത് ചെയ്യുകയുണ്ടായി, ആരംഭിച്ചു. ഒന്ന്. രണ്ടാമതായി പ്ലാൻഡ് ടൗൺഷിപ്പ്, ഒരുപാട് ടൗൺഷിപ്പ് ആരംഭിച്ചു. എങ്ങനെ? പ്ലാനോട് കൂടിയുള്ള ഒരുപാട് ടൗൺഷിപ്പ് കെട്ടിടങ്ങൾ ഈ കാലഘട്ടത്തിൽ അവരെ ആരംഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെയാണ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്, ദീർഘദൂര കച്ചവടങ്ങൾ ആരംഭിച്ചു. ആദ്യ കാലഘട്ടത്തില് ചെറിയ പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കച്ചവടങ്ങൾ അതിൽ വ്യത്യസ്തമായി മറ്റു പല പ്രദേശങ്ങളുമായി ഒരു എന്ത് ചെയ്യുകയുണ്ടായി, കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. അതേപോലെ ഡെവലപ്മെന്റ് ഓഫ് അർബൻ സെന്റേഴ്സ്, എന്ത് വികസനം ആരംഭിച്ചു? അർബൻ സെന്റേഴ്സ്, നഗര കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, ആരംഭിച്ചു. ഒരു അർബനൈസേഷൻ ആരംഭിക്കുകയും ചെയ്തു. ലാസ്റ്റ് പറഞ്ഞതുപോലെ ഒരു യൂണിഫോം ടൈപ്പിലുള്ള ബ്രിക്സ് ആയിക്കോട്ടെ, ബീഡ്സ് ആയിക്കോട്ടെ, പോട്ടറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സീൽസ് ആയിക്കോട്ടെ, നമ്മൾ എന്ത് പരിശോധിച്ചാലും അവരുടെ മൺപാത്രങ്ങളോ അവരുടെ മുത്തുകളോ അല്ലെങ്കിൽ ഇഷ്ടികകളോ അതല്ലെന്നുണ്ടെങ്കിൽ അളവ് തൂക്ക സമ്പ്രദായങ്ങളോ അവരുടെ ലിപികളോ എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു ഏകീകൃത രീതിയിലുള്ള ഒരു ശൈലി, അല്ലെങ്കിൽ എല്ലാം ഒരേപോലുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു കഴിഞ്ഞത്. എന്തായിരുന്നു? ഏർലി ഹാരപ്പയും മെച്ച് ഹാരപ്പയും തമ്മിലുള്ള ആ ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഏർലി ഹാരപ്പയിൽ നിന്നും മെച്ച് ഹാരപ്പയിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ഇനി നേരെ പോകുന്നത് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലേക്കാണ്. നമുക്ക് ഈ കഴിഞ്ഞ വർഷം നമുക്ക് എസ്സേക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. മോഹൻജദാരോ എ പ്ലാൻഡ് അർബൻ സെന്റേഴ്സ്, മോഹൻജദാരോ ഒരു ആസൂത്രിത നഗര കേന്ദ്രം. അപ്പോൾ അവിടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ മോഹൻജദാരോയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതയാണ് നമുക്ക് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളൊന്നായിരുന്നു ഏത്? നമ്മൾ പറഞ്ഞതുപോലെ മോഹൻജദാരോ. അപ്പോൾ എന്താ മോഹൻജദാരോ എന്ന വാക്കിന്റെ മീനിങ് എന്താ? മരിച്ചവരുടെ കുന്ന് എന്നാണ് ഈ മോഹൻജദാരോ വാക്കിന്റെ മീനിങ് എന്നറിയപ്പെടുന്നത്. ദ മൗണ്ട് ഓഫ് ഡെഡ്, അല്ലെങ്കിൽ മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജദാരോ എന്ന വാക്കിന്റെ മീനിങ്. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ മോഹൻജദാരോയുടെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാമിന് ചോദിക്കുന്നത്. നമുക്കിന്റെ ഫീച്ചേഴ്സ് മെയിനായിട്ട് നമുക്കിവിടെ 5 കാറ്റഗറീസ് ആയി തിരിക്കാം. ഒന്ന് ടൗൺ പ്ലാനിങ് അഥവാ നഗരാസൂത്രണം. അപ്പോൾ ഒന്നെന്താണ്? ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ നഗരാസൂത്രണം. അപ്പോൾ ഹാരപ്പയുടെ ടൗൺ പ്ലാനിങ്ങിനെ അല്ലെങ്കിൽ നഗരാസൂത്രണത്തെ രണ്ടായി തിരിച്ചു. ഹാരപ്പയുടെ മോഹൻജദാരോ അതിനകത്ത് വരുന്നുണ്ട്, രണ്ടായി തിരിച്ചിരുന്നു. ഒന്ന് ഏതാ? സിറ്റാഡൽ, ലോവർ ടൗൺ, കോട്ടയും കീഴ്പട്ടണം. അപ്പോൾ സിറ്റാഡൽ എന്താ? കോട്ട. ലോവർ ടൗൺ മീൻസ് കീഴ്പട്ടണം. നമ്മൾ പറഞ്ഞ പോലെ മോഹൻജദാരോയുടെ ഫസ്റ്റ് പറഞ്ഞ അതിന്റെ ഫീച്ചേഴ്സ് ടൗൺ പ്ലാനിങ് ആണ് അല്ലെങ്കിൽ നഗരാസൂത്രണമാണ്. നഗരാസൂത്രണത്തെ രണ്ടായി തിരിച്ചു, സിറ്റാഡൽ ആൻഡ് ലോവർ ടൗൺ, കോട്ടയെന്നും കീഴ്പട്ടണമെന്നും. ഒന്ന്. രണ്ടാമത്തത് ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഗാർഹിക സാങ്കേതിക വിദ്യയാണ്, അല്ലെങ്കിൽ ഗാർഹികമായിട്ടുള്ള അവരുടെ വീട് നിർമ്മാണത്തിന്റെ രീതികളെ കുറിച്ചുള്ളതാണ് ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ.
ഗാർഹിക നിർമ്മാണ രീതികൾ, അതിന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത്. മൂന്നാമത്തത് ഗ്രേറ്റ് ബാത്ത്, മഹാസ്ഥാനഘട്ടം അല്ലെങ്കിൽ വലിയ കുളിപ്പുര. മഹാസ്ഥാനഘട്ടം അല്ലെങ്കിൽ വലിയ കുളിപ്പുര മൂന്നാമത്തത്. നാലാമത്തത് വെയർ ഹൗസസ് അഥവാ ഗ്രേറ്റ് ഗ്രാനറി, ധാന്യപ്പുരകൾ. വെയർ ഹൗസ് അല്ലെങ്കിൽ ഗ്രാനറി, ധാന്യപുരകൾ. ലാസ്റ്റ് വൺ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ അഴുക്കുചാൽ സംവിധാനം. ഇപ്പൊ ഈ 5 പോയിന്റ് കൂടി ചേർക്കുമ്പോഴാണ് നമുക്കൊരു എസ് 8 മാർക്കാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ 8 മാർക്ക് എസ് ഐക്ക് എന്ത് ചെയ്യാൻ ചോദിക്കുക. അപ്പൊ നമുക്ക് 5 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ടൗൺ പ്ലാനിങ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം 4 മാർക്ക് ചോദിക്കാം. അതേപോലെ ഗ്രേറ്റ് ബാത്ത് ചോദിക്കാം 3-4 മാർക്ക്. അതേപോലെ തന്നെയാണ് ഡ്രൈനേജ്. അപ്പൊ ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. ടൗൺ പ്ലാനിങ്ങും ഗ്രേറ്റ് ബാത്തും ഡ്രൈനേജും ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അഥവാ ഇത് ചോദിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ പറഞ്ഞത് മോഹൻജദാരോയുടെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത്. എന്താ മോഹൻജദാരോ വാക്കിന് മീനിങ് എന്താ? മൗണ്ട് ഓഫ് ഡെഡ്, മരിച്ചവരുടെ കുന്ന് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ എത്രയും തിരിച്ചു? 5ആയി തിരിച്ചു. ഫസ്റ്റ് വൺ ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം. എന്നെ വീണ്ടും 2 ക്ലാസ് ചെയ്തു. സിറ്റാഡൽ ആൻഡ് ലാവട്ടോൾ, കോട്ടയെന്നും കീഴ്പട്ടണമെന്നും. രണ്ടാമത് എന്തായിരുന്നു? ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, നമ്മുടെ ഗാർഹിക നിർമ്മാണ രീതികളെ കുറിച്ചാണ് പറഞ്ഞത്. മൂന്നാമത് ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര. നാലാമത് വെയർ ഹൗസ് അഥവാ ധാന്യപ്പുരകൾ. ലാസ്റ്റ് വൺ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ അഴുക്കുചാൽ സംവിധാനം. ഇതാണ് ഏതിലേക്ക് എത്തിയത്? 5ാമത്തെ പോയിന്റ്. ഓക്കെ, എസ്സേയിലേക്ക് പോവുകയാണ്. ഏതായിരുന്നു? മോഹൻജദാരോയുടെ ഫീച്ചേഴ്സിലേക്കാണ് പോകുന്നത്. നമ്മൾ പഠിച്ചതാണ്. എത്രയാണ് നമ്മൾ പറയുന്നത്? 5 പറയുന്നത്. ഏതൊക്കെയാ? ഒന്ന് ടൗൺ പ്ലാനിങ് അഥവാ നഗരാസൂത്രണം. രണ്ടാമത് അവിടെ ഹൗസ് നിർമ്മിക്കുക അല്ലെങ്കിൽ ഹൗസ് വീട് നിർമ്മാണ രീതികൾ, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ. അതുപോലെ മൂന്നാമത് ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര. അതുപോലെ നാലാമത് വെയർ ഹൗസസ്, ധാന്യപ്പുരകൾ. ലാസ്റ്റ് വൺ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ അഴുക്കുചാൽ സംവിധാനം. നമുക്ക് 5 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ടൗൺ പ്ലാനിങ് അഥവാ നഗരാസൂത്രണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഹാരപ്പൻ നഗരങ്ങളെ എത്രയായി തിരിച്ചു? 2ആയി തിരിച്ചു. ഏതൊക്കെയാണ്? സിറ്റാഡൽ അഥവാ കോട്ട, അതേപോലെ ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം. അപ്പോൾ 2 ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. ഇത് മാത്രമായിട്ട് നമുക്ക് 4 മാർക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? എസ് സിക്ക് അത് എഴുതേണ്ടി വരികയും ചെയ്യും. ഫസ്റ്റ് നോക്കാനുള്ളത് സിറ്റാഡലിനെ കുറിച്ച്. സിറ്റാഡലിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഒരു ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെട്ടത്? സിറ്റാഡൽ അഥവാ കോട്ട കാണപ്പെട്ടത്. ഇപ്പോൾ സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ എവിടെ ജീവിച്ചത്? ഈ സിറ്റാഡലിൽ ജീവിച്ചത്. അവിടുത്തെ ബിൽഡിങ്സിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള വലിയ ബിൽഡിങ്സ് ആണ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ സമ്പന്നരായ ആൾക്കാരാണ് എവിടെ ജീവിച്ചിരുന്നത്? എന്ന് പറഞ്ഞ പോലെ സിറ്റാഡലിൽ ജീവിച്ചിരുന്നത്. സമൂഹത്തിലെ പ്രീസ്റ്റ് അല്ലെങ്കിൽ പൂജാധികാരങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഒരുപക്ഷെ ഇവിടെ ജീവിച്ചിരുന്നത്. അവിടെ കാണപ്പെടുന്ന ബിൽഡിങ്സിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള വലിയ ബിൽഡിങ്സ് ആണ് കൂടുതൽ നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചിരുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ ദി വെസ്റ്റേൺ സൈഡ് ഓഫ് ദി സിറ്റി. അത് എവിടെ നിർമ്മിച്ചിരുന്നത്? ഹാരപ്പൻ നഗരത്തിന്റെ വെസ്റ്റേൺ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത്? കോട്ട അഥവാ സിറ്റാഡൽ നിർമ്മിച്ചിരുന്നത്. ഒന്നപ്പോൾ എവിടെ നിർമ്മിച്ചിരുന്നത്? വെസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ സിറ്റിയുടെ വെസ്റ്റേൺ ഭാഗത്തായിട്ട് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് ഇത് നിർമ്മിച്ചിരുന്നത്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് വാസ് ദി ഹയർ സെക്ഷൻ ഓഫ് ദി സിറ്റി. അപ്പം നമ്മൾ ഏതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിറ്റാഡലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിറ്റാഡൽ കാണപ്പെട്ടത് എവിടെയായിരുന്നു? ഉയർന്ന ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇറ്റ് വാസ് ദി ഹയർ സെക്ഷൻ ഓഫ് ദി സിറ്റി. ഈ നഗരത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമായിരുന്നു ഏതാ? സിറ്റാഡൽ. രണ്ടാമത് മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ എ ഹൈ ഗ്രൗണ്ട്. അപ്പോൾ ഇത് നിർമ്മിച്ചിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന ഭാഗത്താണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഉയർന്ന ഭാഗത്ത് നിർമ്മിച്ചിരുന്നത് അല്ലെങ്കിൽ കാണപ്പെട്ടത്? അതിന് 2 കാരണം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ two reason for its unusual height. അപ്പോൾ ഇതിന്റെ ഈ അസാധാരണ വലിപ്പത്തിന് അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഹൈറ്റിന് 2 കാരണമാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത് അത് നിർമ്മിച്ചത് എവിടെയായിരുന്നു? ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ എ ഹൈ ഗ്രൗണ്ട്. അപ്പോൾ ഒരു ഉയർന്ന ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്തത്? അത് നിർമ്മിച്ചിരുന്നത്. ഒന്ന്. രണ്ടാമതായി ദി ബിൽഡിംഗ്സ് ഓൺ ഇറ്റ് വെയർ കൺസ്ട്രക്റ്റഡ് ഓൺ മഡ് ബ്രിക്സ് പ്ലാറ്റ്ഫോം. മണ്ണിട്ട് പൊക്കിയ ഇഷ്ടികൾക്ക് മുകളിലായിട്ടാണ് എന്ത് ചെയ്തത്? ഇത് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത് ഉയരത്തിൽ കാണപ്പെട്ടത്. അപ്പൊ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞ പോലെ സിറ്റാഡൽ പറഞ്ഞ പോലെ ഉയർന്ന ഭാഗത്തായിട്ടാണ് സിറ്റാഡൽ കാണപ്പെട്ടത്. അതിന് 2 കാരണമാണ് ഉണ്ടായിരുന്നത്. ഒന്നെന്തായിരുന്നു? ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ എ ഹൈ ഗ്രൗണ്ട്. അപ്പോൾ ഒരു ഉയർന്ന ഭാഗത്തായിട്ടാണ് സിറ്റാഡൽ എന്ത് ചെയ്തത്? നിർമ്മിച്ചിരുന്നത്. രണ്ടത് പറഞ്ഞ പോലെ ദി ബിൽഡിംഗ്സ് ഓൺ ഇറ്റ് വെയർ കൺസ്ട്രക്റ്റഡ് ഓൺ മഡ് ബ്രിക്സ് പ്ലാറ്റ്ഫോം. മണ്ണിട്ട് പൊക്കിയ ഇഷ്ടികൾക്ക് മുകളിലായിട്ടാണ് ഈ പറഞ്ഞ സിറ്റാഡൽ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്തത്? ഉയർന്ന ഭാഗത്ത്
കാണപ്പെടുകയും ചെയ്തത്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, സിറ്റാഡൽ വാസ് ഫോർട്ടിഫൈഡ് ബൈ വാൾസ്. നമ്മൾ ഈ പറഞ്ഞ സിറ്റാഡൽ അല്ലെങ്കിൽ കോട്ടയെ എന്ത് ചെയ്തിരുന്നു? മതിലിൽ കെട്ടി സംരക്ഷിച്ചിരുന്നു. കാരണം വെളിയിൽ നിന്നുള്ള ആക്രമണം നടന്നതിന് വേണ്ടിയായിരിക്കാം അവരെന്ത് ചെയ്യുകയുണ്ടായി, ഈ സിറ്റാഡൽ എന്ത് ചെയ്യുകയുണ്ടായി, മതിലിൽ കെട്ടി എന്ത് ചെയ്യുകയുണ്ടായി, സംരക്ഷിക്കുകയും ചെയ്തു. ലാസ്റ്റ് വൺ, സിറ്റാഡൽ കൺസിസ്റ്റഡ് ഓഫ് എ നമ്പർ ഓഫ് ലാർജ് ബിൽഡിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇപ്പോൾ സിറ്റാഡലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കാണപ്പെടുന്ന ബിൽഡിങ്സ് എല്ലാം എങ്ങനെയുള്ളതായിരുന്നു? നല്ല ഉയരം കൂടി ബിൽഡിങ്സ് ആണ് കാണപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി, ധാന്യപുരകളായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കുളിപ്പുരകളായിക്കോട്ടെ, അതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന വലിയ ബിൽഡിങ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഹാരിപ്പയുടെ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. ഹാരിപ്പ അല്ലെങ്കിൽ മോഹൻജോദാരോ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. രണ്ടായി ക്ലാസ് ചെയ്തുള്ള ഏതായിരുന്നു? ഒന്ന് സിറ്റാഡൽ എന്നും രണ്ടാമത്തെ ലോവർ ടൗൺ എന്നും. കോട്ടയെന്നും കീഴ്പേട്ടയെന്നും നമ്മൾ എന്ത് ചെയ്യുകയുണ്ടായി? രണ്ടായി തിരിച്ചു. നമ്മൾ അതിൽ ആദ്യം പഠിച്ച സിറ്റാഡലിലെ ഫീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ സിറ്റാഡൽ നിർമ്മിച്ചത് എവിടെയായിരുന്നു? സിറ്റിയുടെ വെസ്റ്റേൺ സൈഡിലായിട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുക നിർമ്മിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ കെട്ടിടങ്ങൾ, സെറ്റിൽമെന്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ, ബിൽഡിങ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹൈ അല്ലെങ്കിൽ ഉയർന്ന ഭാഗത്ത് അവിടെ കാണപ്പെടുന്ന ബിൽഡിങ്സ് ഇതെല്ലാം എങ്ങനെയുണ്ടായിരുന്നു? ഒരു ഹൈ ആയിരുന്നു. ഒരു ഉയർന്ന ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്തത്? ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം അവർ നിർമ്മിച്ചത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ അസാധാരണമായ ഉയർച്ചയ്ക്ക്, അൺയൂഷ്വൽ ഹൈറ്റിന് രണ്ട് കാരണമുണ്ടായിരുന്നു. ഒന്ന്, ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ എ ഹൈ ഗ്രൗണ്ട്. ഒരു ഉയർന്ന ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് നിർമ്മിച്ചിരുന്നത്. അതേപോലെ തന്നെയാണ് ദ ബിൽഡിങ്സ് ഓൺ ഇറ്റ് വെയർ കൺസ്ട്രക്റ്റഡ് ഓൺ മഡ് ബ്രിക്സ് പ്ലാറ്റ്ഫോം. മണ്ണിട്ട് ബാക്കിയ ഇഷ്ടികൾക്ക് മുകളിലായിട്ടാണ് എന്ത് ചെയ്തത്? ഇത് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത് ഇത്രയും ഉയരമുണ്ടാകാനുള്ള കാരണം. പിന്നെ പറഞ്ഞതോ, ഈ പറഞ്ഞ സിറ്റാഡൽ എന്ത് ചെയ്യുകയുണ്ടായി? ഫോർട്ടിഫൈഡ് ബൈ വാൾസ്. കോട്ടയിൽ കൊണ്ടുവരെ എന്ത് ചെയ്യുകയുണ്ടായി? കെട്ടി 4 വർഷം അല്ലെങ്കിൽ മതിലിൽ കെട്ടി എന്ത് ചെയ്യുകയുണ്ടായി? സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോലെ സിറ്റാഡൽ കൺസിസ്റ്റഡ് ഓഫ് എ നമ്പർ ഓഫ് ലാർജ് ബിൽഡിങ്സ്. ഒരുപാട് വലിയ കെട്ടിടങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? സിറ്റാഡലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എക്സാമ്പിളും പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി അല്ലെങ്കിൽ വെയർ ഹൗസ്, ഈ പറഞ്ഞ വലിയ കുളിപ്പുരയോ അല്ലെങ്കിൽ ധാന്യപ്പുരയോ ഇതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്? ഈ പറഞ്ഞ സിറ്റാഡലിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം ഏത്? ലോവർ ടൗൺ. ആ പേര് തന്നെയുണ്ട്, ലോവർ ടൗൺ, താഴ്ന്ന പ്രദേശം അല്ലെങ്കിൽ കീഴ്പട്ടണം. അപ്പോൾ കോട്ട എപ്പോഴും ഉയർന്ന ഭാഗവും ലോവർ ടൗൺ ആണെങ്കിലോ താഴ്ന്ന ഭാഗവുമായിരുന്നു. നമ്മൾ കോട്ടയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു താഴ്ന്ന ഭാഗമായിരുന്നു ഏത്? ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം. ഓക്കെ, അത് എവിടെയായിരിക്കും കാണപ്പെടുന്നത്? ഇത് നമ്മൾ എവിടെയാണ് പറഞ്ഞത്? വെസ്റ്റേൺ സൈഡിലാണ്. അപ്പൊ ഇത് എവിടെയായിരിക്കാം? ഈസ്റ്റേൺ സൈഡിലാണ്. ഓക്കെ, അപ്പൊ ലോവർ ടൗൺ വാസ് സിറ്റുവേറ്റഡ് ഇൻ ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ദി സിറ്റി. നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെട്ടത്? ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം കാണപ്പെട്ടത്. ഒന്നത്തെ പോയിന്റ്. രണ്ട്, ഇറ്റ് വാസ് ആൾസോ വാൾഡ്. ഇതിനെ അവർ എന്ത് ചെയ്യുകയുണ്ടായി? മതിലിൽ കെട്ടി സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ ഈ ലോവർ ടൗണിൽ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി? മതിലുകൾ കെട്ടി സംരക്ഷിക്കുകയുണ്ടായി. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് വാസ് എ റെസിഡൻഷ്യൽ ഏരിയ, മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ലിവ്ഡ് ഹിയർ. അപ്പൊ ഇതൊരു എങ്ങനെയുള്ള പ്രദേശമായിരുന്നു? ഒരു വാസസ്ഥലം, ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു ഏത്? ലോവർ ടൗൺ. അതുകൊണ്ട് തന്നെ ഈ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇവിടെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുണ്ടാകും? ഈ പ്രദേശത്ത് ജീവിക്കുകയും ചെയ്തിരുന്നു. കാരണം വേറൊന്നുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ പോലെ സിറ്റാഡലിലെ ഈ പറഞ്ഞ സമൂഹത്തിൽ ഉന്നതരായ ആൾക്കാരാണ് ജീവിച്ചത്. അവരുടെ എണ്ണം അങ്ങനെയായിരിക്കും, വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കാർഷികപരമായ ജോലികളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലായും ലോവർ ടൗണിൽ എന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു റെസിഡൻഷ്യൽ ഏരിയ, ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്ന പ്രദേശം കൂടിയായിരുന്നു ഏത്? ലോവർ ടൗൺ. ഓക്കെ, 3 പോയിന്റ്. ഇനി 4ാമത്തെ പോയിന്റ്, ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകതയാണ് ഹൗസസ് വെയർ അറേഞ്ച്ഡ് ടു ദി ഗ്രിഡ് സിസ്റ്റം. ഒരു ഗ്രിഡ് രീതിയിലാണ് അവർ എന്ത് ചെയ്തത്? അവിടുത്തെ വീടുകൾ അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ലോവർ ടൗണിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരുടെ വീടുകൾ അറേഞ്ച് ചെയ്തിരുന്നു. എങ്ങനെ? ഒരു ഗ്രിഡ് രീതി അനുസരിച്ചാണ് അവർ എന്ത് ചെയ്തത്? നിങ്ങൾ 10ലൊക്കെ പഠിച്ചാണ് ഗ്രിഡ് പാറ്റേൺസ്. അപ്പൊ ആ ഒരു ഗ്രിഡ് രീതിയിലാണ് അവർ എന്ത് ചെയ്തിരുന്നത്? അവരുടെ വീടുകൾ അറേഞ്ച് ചെയ്തിരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, ദ റോഡ്സ് കട്ട് അക്രോസ് വൺ അനദർ ആൾമോസ്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇനി അവിടുത്തെ റോഡുകളെ കുറിച്ച് പറഞ്ഞാൽ മട്ട കോൺ ആകൃതിയിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? കട്ട് ചെയ്ത് പോകുമായിരുന്നു, മുറിഞ്ഞു പോകുമായിരുന്നു. ഒരു റോഡ് മറ്റൊരു റോഡുമായി ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞല്ലോ? ലോവർ ടൗണിലേക്ക് നമ്മൾ എത്തി. അതിന്റെ 5 ഫീച്ചേഴ്സ് പറഞ്ഞു. അത് കാണപ്പെട്ടത് എവിടെയായിരുന്നു? ഈസ്റ്റേൺ സൈഡ് ഓഫ് ദി സിറ്റി, നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് അത് ഇവിടെ കാണപ്പെട്ടത്. 2, ഇറ്റ് വാസ് ആൾസോ വാൾഡ്. അതിന് എന്ത് ചെയ്യുകയുണ്ടായി? അത് മതിലുകൾ കെട്ടി സംരക്ഷിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ റെസിഡൻഷ്യൽ ഏരിയ, മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ലിവ്ഡ് ഹിയർ. അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുകയുണ്ടായി? ഇവിടെ അധിവസിക്കുകയുണ്ടായി. പിന്നെ ഒരു വീടുകൾ നിർമ്മിച്ചിരുന്നത് എങ്ങനെ? ഹൗസ് വെയർ അറേഞ്ച് ടു ദി ഗ്രിഡ് സിസ്റ്റം. അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരുന്നത് ഗ്രിഡ് രീതിയിലായിരുന്നു. ലാസ്റ്റ് വൺ, ദ റോഡ്സ് കട്ട് അക്രോസ് വൺ അനദർ. എങ്ങനെ? അറ്റ്മോസ്റ്റ് ആൾ റൈറ്റ് ആംഗുലർ, ഏതെങ്കിലും
ഒരു മട്ടകോൺ ആകൃതിയിലാണ് റോഡുകൾ പരസ്പരം മുറിഞ്ഞു പോവുകയും ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഹാരിപ്പിയുടെ ടൗൺ പ്ലാനിങ് മാത്രമാണ് പറഞ്ഞത്. നമുക്കിവിടെ എസ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. അവിടെ 5 പോയിന്റാണ് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യത്തെ പഠിച്ച ടൗൺ പ്ലാനിങ് ഒന്നുകൂടെ പറയാം നമുക്ക്. രണ്ടാം നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? സിറ്റാഡൽ എന്നും ലോവർ ടൗൺ എന്നും. അല്പം സ്പീഡ് പോവുകയാണ്, നോക്കിക്കൊള്ളുക. ഫസ്റ്റ് പറഞ്ഞ പോലെ സിറ്റാഡൽ എന്തായിരുന്നു? ബിൽറ്റ് ഓൺ വെസ്റ്റേൺ സൈഡ് ഓഫ് ദി സിറ്റി. അതെവിടെ കാണപ്പെട്ടത്? നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കാണപ്പെട്ടത്. രണ്ടാമത്തത് ഇറ്റ് വാസ് ദി ഹയർ സെക്ഷൻ ഓഫ് സിറ്റി. നഗരത്തിന്റെ ഒരു ഉയർന്ന ഭാഗത്തായിട്ടാണ് കാണപ്പെട്ടത്. മൂന്ന്, അതിന്റെ ഉയർച്ചകൾ അല്ലെങ്കിൽ അതിന്റെ ഇത്രയും പൊക്കത്തിനുള്ള കാരണം എന്തായിരുന്നു? ഇറ്റ് വാസ് ബിൽറ്റ് ഓൺ എ ഹൈ ഗ്രൗണ്ട്. അത് കാണപ്പെട്ടത് എവിടെയായിരുന്നു? നിർമ്മിച്ചത് ഒരു ഉയർന്ന ഭാഗത്തായിട്ടാണ്. അത് മാത്രമല്ല, ദ ബിൽഡിംഗ്സ് ഓൺ ഇറ്റ് വെയർ കൺസ്ട്രക്റ്റഡ് ഓൺ മഡ് ബ്രിക്സ് പ്ലാറ്റ്ഫോം. മണ്ണിട്ട് പാകിയ ഇഷ്ടികൾക്ക് മുകളിലായിട്ടാണ് ഇത് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് സിറ്റാഡൽ ഇത്രത്തോളം പൊക്കം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് സിറ്റാഡൽ വാസ് ഫോർട്ടിഫൈഡ് ബൈ വാൾസ്. അതിന് എന്ത് ചെയ്യുണ്ടായി? മതിലുകൾ കെട്ടി സംരക്ഷിക്കുകയുണ്ടായി. ലാസ്റ്റ് വൺ, സിറ്റാഡൽ കൺസിസ്റ്റഡ് ഓഫ് എ നമ്പർ ഓഫ് ലാർജ് ബിൽഡിംഗ്സ്. ഒരുപാട് വലിയ ബിൽഡിംഗ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിരുന്നു ഏതൊക്കെ? ഗ്രേറ്റ് ഗ്രാനറിയും അല്ലെങ്കിൽ വെയർ ഹൗസും, അതുപോലെ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുരയും, അതുപോലെ ധാന്യപുരയും. നമ്മൾ നേരെ അവിടെ നിന്ന് ലോ ടൗണിലേക്ക് പോയി. അവിടെ പറഞ്ഞ കാര്യം എന്താ? സിറ്റുവേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ സൈഡ് ഓഫ് സിറ്റി. നഗരത്തിന്റെ തെക്കൻ ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെട്ടത്. ഇറ്റ് വാസ് ആൾസോ വാൾ. അതിനെ എന്ത് ചെയ്യുകയുണ്ടായി? അവർ മതിൽ കെട്ടി സംരക്ഷിക്കുകയുണ്ടായി. ഇറ്റ് വാസ് എ റെസിഡൻഷ്യൽ ഏരിയ. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ലിവ്ഡ് ഹിയർ. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് സമൂഹത്തിൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ജീവിച്ച പ്രദേശം കൂടിയായിരുന്നു ഏത്? ലോവർ ടൗൺ. നെക്സ്റ്റ്, ഹൗസ് വെർ അറേഞ്ച് ടു ദി ഗ്രിഡ് സിസ്റ്റം. വീടുകൾ അറേഞ്ച് ചെയ്തിരുന്നത് എങ്ങനെ? ഒരു ഗ്രിഡ് സിസ്റ്റം രീതി അനുസരിച്ചാണ്. ലാസ്റ്റ് വൺ, ദ റോഡ്സ് കട്ട് അക്രോസ് വൺ അനദർ അറ്റ്മോസ്റ്റ് ആൾ റൈറ്റ് ആംഗിൾ. അല്ലെങ്കിൽ ഒരു റോഡ് നിർമ്മിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? റൈറ്റ് ആംഗിളായിരുന്നു റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പറഞ്ഞ ടൗൺ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, നമുക്കിനി ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? അടുത്ത് നമുക്ക് പറയേണ്ടത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് മോഹൻജദാരോയുടെ ആദ്യത്തെ സവിശേഷതയായ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നേരെ പോകുന്ന രണ്ടാമത്തേതിലേക്കാണ്. ഏതായിരുന്നു? ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ അവരുടെ ഗാർഹിക നിർമ്മാണ രീതികളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞതാണ്, അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു. ഏത് രീതിയിലായിരുന്നു? ഗ്രിഡ് പാറ്റേൺ അല്ലെങ്കിൽ ഗ്രിഡ് രീതിയിലാണ് ഹാരപ്പ ജനങ്ങൾ അവരുടെ വീടുകൾ എന്ത് ചെയ്തിരുന്നത്? നിർമ്മിച്ചിരുന്നത്. ഓക്കെ, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രത്യേകത, ആൾ ഹൗസസ് ഹാഡ് ആൻ ഓപ്പൺ കോർട്ട്യാർഡ് വിത്ത് റൂംസ് ഓൺ ആൾ സൈഡ്സ്. അതായത് എല്ലാ വീടുകളോടും ചേർന്ന് എന്തുണ്ടായിരുന്നു? ഒരു ഓപ്പൺ കോർട്ട്യാർഡ് അല്ലെങ്കിൽ നടുമുറ്റം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, വിത്ത് റൂംസ് ഓൺ ആൾ സൈഡ്സ്. എല്ലാ സൈഡിലും എല്ലാ ഭാഗത്തും എന്തും ഉണ്ടായിരുന്നു? റൂമുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, വീട് നിർമ്മാണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ വീടുകളിലും ചേർന്നൊരു കോർട്ട് യാർഡ് അല്ലെങ്കിൽ നടുമുറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പല സിനിമകൾ കണ്ടു കാണുമായിരിക്കാം. നമുക്ക് പറഞ്ഞ പോലെ ഈ പല സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോർട്ട് അല്ലെങ്കിൽ ഓപ്പൺ നടുമുറ്റം കാണിക്കുന്നത് കണ്ടു കാണുമായിരിക്കാം. അപ്പോൾ അത്തരത്തിലോ നമ്മളീ പറഞ്ഞ ഇപ്പോഴത്തെ ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ വീട്ടിലെ നിർമ്മാണ രീതിയെ കുറിച്ച് പറയുമ്പോൾ എന്തുണ്ടായിരുന്നു? ഒരു ഓപ്പൺ കോർട്ട് യാർഡ് ഉണ്ടായിരുന്നു, ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിന് സൈഡുകളായിട്ട് എന്തുണ്ടായിരുന്നു? റൂമുകളും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, there are no windows in the walls along with ground level. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഹാരപ്പ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ വീട് നിർമ്മിച്ചിരുന്നെങ്കിലും ഒട്ടുമിക്ക വീടുകളിലും എന്ത് കാണാൻ സാധിക്കുന്നില്ല? വിൻഡോസ് അല്ലെങ്കിൽ ജനൽ കാണാൻ സാധിക്കുന്നില്ല. അപ്പം നമുക്ക് ഈ കാണപ്പെടുന്ന നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വീട് നിർമ്മിക്കുമ്പോൾ ഉറപ്പായി നമ്മൾ വിൻഡോസ് നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഹാരപ്പ ജനങ്ങളെ അല്ലെങ്കിൽ മോഹൻജദാരോയുടെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം എന്തായിരുന്നു? അവർ വീട് നിർമ്മിക്കുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് മാത്രം വിൻഡോസ് അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ നിൽക്കുന്ന തറഭാഗം നിൽക്കുന്ന ഭാഗത്തായിട്ട് തൊട്ടു നിൽക്കുന്ന ഭാഗത്ത് ആ പ്രദേശങ്ങളിൽ അവരെന്ത് ചെയ്യുമായിരുന്നില്ല? ജനലുകൾ നിർമ്മിച്ചിരുന്നില്ല. രണ്ടാമത് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? there are no windows in the walls along with ground level. ഈ ഗ്രൗണ്ടിൽ നിന്നും ചുറ്റുമായി കാണപ്പെടുന്ന മതിലുമായി ചേർന്ന ഭാഗങ്ങളിൽ അവരെന്ത് ചെയ്യുമായിരുന്നില്ല? ജനലുകൾ നിർമ്മിക്കുമായിരുന്നില്ല. ഇനി പറഞ്ഞ മറ്റൊരു പ്രത്യേകത, നമ്മൾ വീട്ടിലെ ഡോർ തുറക്കുന്ന എവിടേക്കാണ്? അകത്തേക്കാണ് ആണല്ലോ. നമ്മളിപ്പോൾ പോകുന്ന സമയത്ത്, എവിടെയും പോകുന്ന സമയത്ത് എവിടെ ഡോർ തുറക്കുന്ന? അകത്തേക്ക് തുറക്കുന്നത്, വെളിയിലേക്കാണോ? അല്ല. പക്ഷേ ഇവിടെ നമ്മൾ ഹാരപ്പ ജനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഈ ഡോറുകൾ തുറന്നിരുന്നത് എവിടേക്കാണ്? വെളിയിലേക്കാണ് ഡോറുകൾ അവർ പ്രധാനമായിട്ട് അവർ തുറന്നിരുന്നത്. അവിടെ ഒരു അവരെ ബന്ധപ്പെട്ട ആചാര രീതിയായിരുന്നു, അല്ലെങ്കിൽ എന്തൊരു ആചാര രീതി അനുസരിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അവർ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഡോറുകൾ വെളിയിലേക്ക് തുറന്നിരുന്നത്. നമ്മൾ 2 പോയിന്റാണ് പഠിച്ചത്. ഒന്നാം പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ചേർന്നുകൊണ്ട് ഒരു കോർട്ടിടയിൽ ഒരു നടുമുറ്റം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഇതിന്റെ എല്ലാ സൈഡിലുമായിട്ടും റൂമുകൾ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ജനലുകളുടെ എണ്ണം അല്ലെങ്കിൽ ജനൽ നിർമ്മിക്കുന്നതെല്ലാം വളരെ കുറച്ച് മാത്രമാണ്. അവർ ജനലുകളുടെ ചുരുക്കം മാത്രമേ ജനലുകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡോറുകൾ എവിടേക്കാണ്? അവർ വെളിയിലേക്കാണ് ഡോറുകൾ തുറന്നിരുന്നത്. അടുത്ത പോയിന്റ്, എവറി ഹൗസ് ഹാഡ് ഇറ്റ്സ് ഓൺ ബാത്റൂം. അപ്പം
എല്ലാ വീടുകളെ ബന്ധപ്പെട്ട് എന്തുണ്ടായിരുന്നു? ബാത്റൂംസ് അല്ലെങ്കിൽ ഈ ശൗചാലയങ്ങൾ അല്ലെങ്കിൽ കുളിമുറികളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല it was paved with the bricks and connected to the state drains. അപ്പോൾ അവർ നിർമ്മിച്ചപ്പോൾ അത് നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? ബ്രിക്സ്, ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ബാത്റൂംസ് നിർമ്മിച്ചിരുന്നത്. അത് മാത്രമല്ല അതിലെ മലിനജലങ്ങൾ എവിടേക്ക് പോയിരുന്നത്? സ്ട്രീറ്റ് ഡ്രൈൻസിലേക്ക്. അപ്പം നഗരങ്ങളിലെ ഈ പറഞ്ഞ തെരുവുകൾ ഉണ്ടായിരുന്ന ഈ അഴുക്ക് ചാലിലേക്കാണ് എന്ത് പോയിരുന്നത്? ഈ വീടുകളിലെ മറ്റും മലിനജലങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഓരോ വീടുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ബാത്റൂം ഫെസിലിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരെന്ത് ചെയ്യുന്നുണ്ടായി? ബ്രിക്സ് ഉപയോഗിച്ച് പാകിയിരുന്നു. പിന്നെ അവിടുത്തെ മലിനജലങ്ങൾ എവിടേക്ക്? സ്ട്രീറ്റ് ഡ്രൈൻസിലേക്ക്, നഗരങ്ങളിലെ തെരുവുകളിലെ അല്ലെങ്കിൽ നഗരങ്ങളിലെ ഓടകളിലേക്കാണ് അവർ എന്ത് ചെയ്തത്? ഇതെത്തുകയും ചെയ്തിരുന്നത്. ഓക്കെ, 3 പോയിന്റ്. അടുത്ത പോയിന്റ്, ദ ഹൗസസ് വെയർ ഓഫ് വേരിയിങ് സൈസസ്, ബിഗ് ഓർ സ്മോൾ. അപ്പോൾ പല വലിപ്പത്തിലുള്ള വീടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില വീടുകളെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? വലിയ വീടുകൾ, ബിഗ് ആയിരുന്നു. മറ്റൊരു വീടുകളാണെങ്കിലും വളരെ ചെറിയ വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? ഹരപ്പൻ ജനങ്ങൾക്കിടയിൽ എന്തുണ്ടായിരുന്നു? ഒരു സോഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാരായിരിക്കാം എവിടെ ജീവിച്ചത്? ഈ വലിയ വീടുകളിൽ ജീവിച്ചത്. അപ്പോൾ ഈ വലിയ വീടുകളെ കുറിച്ച് പറഞ്ഞാൽ 2-3 നിലകളുള്ള വലിയ വീടുകളുണ്ടായിരുന്നു, ഒരുപാട് മുറികളുള്ള വീടുകളുണ്ടായിരുന്നു. പക്ഷെ അതുമായി കമ്പയർ ചെയ്യപ്പെടുമ്പോൾ ഒരു മുറി മാത്രമുള്ള ചെറിയ വീടുകളുണ്ടായിരുന്നു. ഈ വറ്റോലുകൾ കൊണ്ട് മേഞ്ഞ വീടുകളുണ്ടായിരുന്നു. മറ്റു പല വീടുകളിലും മുകളിലേക്ക് കയറിപ്പോകാൻ ആവശ്യമായ സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഹാരപ്പൻ ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്കിടെ വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ, വലിയ വീടുകളുണ്ടായിരുന്നു, ചെറിയ വീടുകളുണ്ടായിരുന്നു. അപ്പോൾ വലിയ വീടുകൾ ആരായിരിക്കാം? സമൂഹത്തിലെ ഉന്നതരായ ആൾക്കാർ ജീവിച്ചപ്പോൾ. ചെറിയ വീടുകളാണെങ്കിൽ സാധാരണക്കാര ആൾക്കാരായിരിക്കാം ജീവിച്ചത്. ഓക്കെ, ലാസ്റ്റ് വൺ, മെനി ഹൗസസ് ഹാവ് ഇറ്റ്സ് ഓൺ വെൽസ്. ഓരോ വീടുകളെ ബന്ധപ്പെട്ടുകൊണ്ട് എന്തുണ്ടായിരുന്നു? കിണറുകളും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വീട് നിർമ്മിക്കുന്ന മുന്നേ എന്ത് ചെയ്യുക? ആദ്യം എന്താ ചെയ്യുന്നത്? കിണറാണ് നിർമ്മിക്കുന്നത്, ആണല്ലോ, കിണറിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതേപോലെ അന്ന് ഹരപ്പൻ ജനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒട്ടുമിക്ക വീടുകളെ ബന്ധപ്പെട്ടുകൊണ്ട് കിണറുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മോഹൻജിതയിൽ നിന്ന് ഏകദേശം 700ഓളം കിണറുകളുടെ അവശേഷം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു എസ്സെയാണ് തുടങ്ങി വെച്ചത്. മോഹൻജിതയുടെ ഫീച്ചേഴ്സ് തന്നെ പഠിച്ചത് നമ്മൾ. അല്ല, മോഹൻജിതയുടെ എന്തായിരുന്നു? അതിൻ്റെ മീനിങ് എന്തായിരുന്നു? എമൗണ്ട് ഓഫ് ഡെറ്റ്, മരിച്ചവരുടെ കൊണ്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ 5 ക്ലാസ് ചെയ്തു. നമ്മൾ ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞു ഏതായിരുന്നു? ടൗൺ പ്ലാനിങ് ആണ്. നമ്മൾ രണ്ടാമത് പഠിച്ചത് എന്താ? അവരുടെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചറാണ്, അല്ലെങ്കിൽ ഗാർഹിക നിർമ്മാണ രീതികളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അവർ വീടുകൾ നിർമ്മിച്ചിരുന്നു എങ്ങനെ? ഗ്രിഡ് പാറ്റേൺ, ഗ്രിഡ് സമ്പ്രദായം അനുസരിച്ചാണ് അവരുടെ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഓരോ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പൺ കോൺട്രിയാണ്, തുറന്ന നടുമുറ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ഭാഗത്തും റൂംസ്, എല്ലാ സൈഡിലെ റൂംസ് അല്ലെങ്കിൽ മുറികളുണ്ടായിരുന്നു. പിന്നെ അവർ ഏറ്റവും മറ്റൊരു പ്രത്യേകത, മിക്ക വീടുകളിലും എന്ത് കാണാൻ സാധിക്കുന്നില്ല? ജനലുകളൊന്നും കൂടുതലായത് കാണാൻ സാധിക്കുന്നില്ല. അവരുടെ വാതിലുകൾ തുറന്നിരുന്നത് എവിടേക്കാണ്? ഫ്രണ്ടിലേക്കാണ്, മുന്നിലേക്കാണ് വാതിലുകൾ അവർ തുറന്നിരുന്നത്. പിന്നെ എല്ലാ വീടുകളെയും ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് പാകിയിരുന്നു? ഈ ബ്രിക്സ് അല്ലെങ്കിൽ ചുറ്റെടുത്ത ഇഷ്ടികൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരുന്നത്. അവിടുത്തെ മലയാളി ജനങ്ങൾ അവർ എവിടേക്ക്? നഗരങ്ങളിലെ റോഡുകളിലേക്ക്, ഈ സ്ട്രീറ്റ് ഡ്രൈൻസിലേക്ക് അവർ എന്ത് ചെയ്യുണ്ടായി? ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു. പിന്നെ വീടുകളുടെ പ്രത്യേകത, വലിയ വീടുകളും ചെറിയ വീടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബിഗ് ആൻഡ് സ്മാൾ. വലിയ വീടുകൾ ആരായിരിക്കും? സമൂഹത്തിലെ ഉയർന്ന ആൾക്കാർ ജീവിച്ചപ്പോൾ. ഈ പറഞ്ഞ ചെറിയ വീടുകളാണെങ്കിൽ സമൂഹത്തിലെ താഴ്ന്ന ആൾക്കാരാണ് ചെയ്തത് ജീവിച്ചത്. ലാസ്റ്റ് പറഞ്ഞ പോലെ മെനി ഹൗസസ് ഹാഡ് ഇറ്റ്സ് ഓൺ വാൾസ്. ഓരോ വീടുകളെ ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കിണറുകളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. നേരെ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളിപ്പുര. അപ്പം മോഹൻജിദാരിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ തെളിവുകൾ ഒന്നാണ് ഏത്? ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളിപ്പുര. അപ്പം നമ്മളീ പറഞ്ഞ മോഹൻജിദാർ അല്ലെങ്കിൽ ഹാരപ്പൻ ജനങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വ്യക്തമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഏത്? ഈ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത് പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ലാർജ് റെക്ടാങ്കുലർ ടാങ്കിന്റെ കോട്ടയാണ്. നമ്മൾ മോഹൻജിദാരയ്ക്കുള്ളിലെ കോട്ടയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ഒരു വലിയൊരു കുളിപ്പുരയാണ് ഏത്? ഗ്രേറ്റ് ബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആകൃതി എന്താണ്? റെക്ടാങ്കുലർ, ദീർഘ അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള ഒരു പ്രദേശമായിരുന്നു ഇത് ഗ്രേറ്റ് ബാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടത്. അതെവിടെ കാണപ്പെട്ടത്? മോഹൻജിദാരിലാണ്. ആകൃതി എന്താ? റെക്ടാങ്കിളാണ് കാണപ്പെട്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, there were 2 flights of steps on the north and the south leading to the tank. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൻ്റെ നോർത്തേൺ ഭാഗത്തും സദേൺ ഭാഗത്തായിട്ടും അല്ലെങ്കിൽ വടക്കും തെക്കുമായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള പടവുകൾ ഉണ്ടായിരുന്നു.
ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ അത് എവിടെ കാണപ്പെടുന്നത്? മോഹൻജറിൽ കാണപ്പെടുന്നതാണ്. ഏറ്റവും വലിയ ബിൽഡിങ്സ് ആയിരുന്നു. ഇനി രണ്ടാം പ്രത്യേകം എന്തായിരുന്നു? അത് എവിടെ ഏറ്റവും പ്രത്യേകം എന്തായിരുന്നു? രണ്ട്, അതിന്റെ നോർത്തിലും സൗത്തിലും ഇവിടേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള പടവുകൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, ദി ഫ്ലോർ ഓഫ് ദി ടാങ്ക് വാസ് മെയ്ഡ് ഓഫ് വാട്ടർ ടൈപ്പ് ബൈ യൂസിങ് ബ്രിക്സ് ആൻഡ് മോർട്ടർ ഓഫ് ജിപ്സം. ഇതിന്റെ അടിത്തറ അവർ എന്തുകൊണ്ട് പാകിയിരുന്നു? ഒന്നെങ്കിൽ ബ്രിക്സ് കൊണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടികകൾ കൊണ്ടോ, അല്ലെങ്കിൽ മോർട്ടർ ജിപ്സം, ഈ ചാന്ത് ഉപയോഗിച്ചുള്ള മിശ്രിതം, അതുകൊണ്ട് അവർ എന്ത് ചെയ്യുണ്ടായി? ഇതിന്റെ അടിത്തറ എന്ത് ചെയ്യുണ്ടായി? പാകിയിരുന്നു. എന്തുകൊണ്ടായിരിക്കാം? ഇത് നിറച്ചിരിക്കുന്ന വെള്ളം ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവർ എന്ത് ചെയ്തത്? അങ്ങനെ അവർ ചെയ്തത്. അപ്പൊ ഇതിന്റെ അടുത്തരെ കുറിച്ച് പറയാൻ, ഫ്ലോറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ that was made of water type by using എന്തെല്ലാം കൊണ്ട്? bricks and mortar of gypsum. അതായത് ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ ഈ പറഞ്ഞ ചാന്ത് കൊണ്ടോ എന്ത് ചെയ്യുകയുണ്ടായി? ഇതിന്റെ അടിഭാഗം എന്ത് ചെയ്യുകയുണ്ടായി? കവർ ചെയ്തു. ഇനി പറയുന്നത് there were rooms on 3 sides. ഇതിന്റെ എല്ലാ ഭാഗത്തും എന്തുണ്ടായിരുന്നു? റൂമുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ടെക്സ്റ്റ് പറയപ്പെടുന്നില്ല, നമുക്ക് ഏകദേശം 17ഓളം റൂമുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ ഈ ഗ്രേറ്റ് ബാത്തിന് സമീപത്തായിട്ട് ഒരു 17 മുറികളുണ്ടായിരുന്നു. ആ 17 മുറിയിൽ ഒരു മുറിയിലാണ് ഒരു കിണറുള്ളത്. അപ്പൊ ആ കിണറിൽ നിന്നാണ് ഇതിലേക്ക് ആവശ്യമായ ജലം എത്തിയിരുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഈ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ ഈ കുളിപ്പരയ്ക്ക് ആവശ്യമായ ജലം ഉണ്ടായിരുന്നു. അപ്പം ഈ ജലം മലിനമാകുമ്പോൾ എന്ത് ചെയ്യണം? അത് മാറ്റണം. അപ്പൊ അത് എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെ തൊട്ടടുത്തുള്ള 17ഓളം മുറികളുണ്ടായിരുന്നു. ആ 17ഓളം മുറികളിൽ ഒരു മുറിയിലാണ് ഒരു കിണറുണ്ടായിരുന്നത്. അപ്പൊ ആ കിണറിൽ നിന്നാണ് ഇവിടേക്ക് ആവശ്യമായ ജലം എത്തുകയും ചെയ്തിരുന്നത്. ശരി, നേരിട്ട് പറഞ്ഞ പോലെ ഇതിൽ ജലം മലിനമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് നീക്കം ചെയ്യാനുള്ള സമ്പ്രദായ രീതികൾ കൂടി അന്ന് ആര് സ്വീകരിച്ചിരുന്നു? ഇവിടെ ജനങ്ങളെ സ്വീകരിച്ചിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, റിലീജിയസ് പർപ്പസിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്തത്? ഇപ്പം ഗ്രേറ്റ് ബാത്ത് ഉപയോഗിച്ചു. സമൂഹത്തിലെ പ്രേസ്റ്റ് പൂജാരികാരികൾ എന്തെങ്കിലും ചടങ്ങുകൾക്ക് ശേഷം ഒരു ഹോളി ബാത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ റിച്വൽ ബാത്തിങ്ങിന് വേണ്ടി ആചാരപരമായ അനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയതിനു ശേഷം കുളിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അവർ എന്ത് ചെയ്തത്? ഈ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത് അവർ ഉപയോഗിച്ചിരുന്നത്. ലാസ്റ്റ് വൺ, ആൾസോ ഷോസ് ദെയർ എഞ്ചിനീയറിംഗ് സ്കിൽസ്. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഹരപ്പൻ ജനങ്ങളുടെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് അവരുടെ ഈ പറഞ്ഞ ഗ്രേറ്റ് ബാത്തിന്റെ നിർമ്മാണ രീതി. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ട് ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ വലിയ കുളിപ്പരയെ കുറിച്ചാണ്. മോഹൻജദാരോയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ബിൽഡിങ്സ് ഒന്നാണ് ഇത് ഈ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ വലിയ കുളിപ്പര എന്നറിയപ്പെടുന്നത്. ലാർജ് റെക്ടാങ്കിൾ, അതിൻ്റെ ആകൃതി എന്തായിരുന്നു? ദീർഘചതുരാകൃതിയിലാണത് കാണപ്പെട്ടത്. ഓക്കെ, ഇനി പറഞ്ഞ പോലെ ഇതിലേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ട് ഇതിന്റെ നോർത്തിലും സൗത്തിലും ഇതിലേക്ക് ഇറങ്ങാൻ ആവശ്യമായ സ്റ്റെപ്സ്, പടവുകളും ഉണ്ടായിരുന്നു. പിന്നെ ഇതിലെ ജലം മലിനമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ജലം എത്തിച്ചിരുന്നു. അപ്പോൾ ജലം മലിനമായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? ഇവിടെ നീക്കം ചെയ്യുന്ന സമ്പ്രദായങ്ങൾ അവരെ പാകിയിരുന്നു. പിന്നെ ജലം ഇതിലേക്ക് നിറയ്ക്കുന്ന ജലം ഒഴുകി പോകാതിരിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്? ബ്രിക്സ് കൊണ്ടും അതുപോലെ ഈ മോർട്ടർ ഓഫ് ജിപ്സം കൊണ്ട് അല്ലെങ്കിൽ ചാന്തുകൾ കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാകും? ഇത് കവർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാ സൈഡിലും റൂംസ്, എത്ര റൂംസ്? ഏകദേശം 17ഓളം മുറികളുണ്ടായിരുന്നു. അതിൽ ഒരു മുറിയിൽ നിന്നാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജലം എന്ത് ചെയ്തിരുന്നത്? എത്തിയിരുന്നത്. കിണറുണ്ടായിരുന്ന കിണർ ജലം ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഇതിൽ ജലം മലിനമാകുമ്പോൾ അവർ എന്ത് ചെയ്തിരുന്നു? ഇതിനവർ നീക്കം ചെയ്തിരുന്നത്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞാൽ റിലീജിയസ് പർപ്പസിന് വേണ്ടി, മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ആയിരിക്കും അവർ എന്ത് ചെയ്തത്? ഇത് ഉപയോഗിക്കുകയും ചെയ്തത്, പ്രത്യേകിച്ച് റിച്വൽ ബാത്തിങ്ങിനായി. ലാസ്റ്റ് പറഞ്ഞ പോലെ ഹരപ്പൻ ജനങ്ങളുടെ അല്ലെങ്കിൽ മോഹൻജദാരോ ജനങ്ങളുടെ ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മനസ്സിലാക്കുവാനും നമുക്ക് എന്ത് ചെയ്യുന്നു? ഇതിലൂടെ സാധിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഡൊമസ്റ്റിക് ആർക്കിടെക്ചറും അതേപോലെ ഗ്രേറ്റ് ബാത്തിനെ കുറിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ പറയുകയും ചെയ്തത്. ഓക്കെ, ഇപ്പം നമ്മൾ എസ്സയുടെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തുകയാണ്. നമ്മൾ പഠിച്ചത് 3 കാര്യങ്ങൾ പഠിച്ചു. അതിനകത്ത് എസ്സയ്ക്കകത്ത് മോഹൻജദാരോയുടെ എസ്സയ്ക്കകത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം പഠിച്ചു. രണ്ടാമത് ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, അവരുടെ ഗാർഹിക നിർമ്മാണ രീതികളെ കുറിച്ച് പഠിച്ചു. അതുപോലെ ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളിപ്പരയെ കുറിച്ചും പഠിച്ചു. ഈ 2 കാര്യങ്ങൾ നമുക്ക് എസ്സയ്ക്കകത്ത് വരുന്നുള്ളൂ. ഒന്നാമത് ഡ്രെയിനേജ് സിസ്റ്റവും രണ്ടാമത് വെയർ ഹൗസസ്. അപ്പം അഴുക്കുചാൽ സംവിധാനവും ധാന്യപ്പുരകൾ. ആദ്യം ഏതാണ്? ഡ്രെയിനേജ് സിസ്റ്റമാണ്. അപ്പം ഹാരപ്പൻ ജനതയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ള ഒരു നിർമ്മാണ രീതിയായിരുന്നു ഏത്? അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ അഴുക്കുചാൽ സംവിധാനം. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, എവറി ഹൗസ് വാസ് കണക്റ്റഡ് ടു ദി സ്ട്രീറ്റ് ഡ്രെയിൻസ്. അപ്പോൾ എല്ലാ വീടുകളിലും ഈ നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മലിനജലമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് മലിനജലങ്ങളായിക്കോട്ടെ, അതെന്ത് ചെയ്യുക? അവിടെ നിന്നും പ്രധാനമായിട്ടും ചെറിയ
തെരുവുകളിലേക്കും ആ ചെറിയ തെരുവുകളിൽ നിന്നും പ്രധാന നഗരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിരുന്നത്, ഈ ഡ്രെയിനേജ് ആരംഭിച്ചത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ അതാണ്, എവറി ഹൗസ് വാസ് കണക്റ്റഡ് ടു ദി സ്ട്രീറ്റ് ഡ്രെയിൻസ്. എല്ലാ വീടുകളെയും എന്തുമായി ബന്ധിപ്പിച്ചിരുന്നു, സ്ട്രീറ്റ് ഡ്രെയിൻസുമായി. നഗരങ്ങളിലെ അതേപോലെ ഈ പറഞ്ഞ അഴുക്കുചാലുമായി എന്ത് ചെയ്യുകയുണ്ടായി, ബന്ധിപ്പിച്ചു. അതെങ്ങനെയായിരുന്നു, നമ്മൾ ഈ പറഞ്ഞ വീടുകളിലെ മലിനങ്ങളായിക്കോട്ടെ അതെന്ത് ചെയ്യുന്നു, ചെറിയ നഗരങ്ങളിലേക്ക്, അത് ചെറിയ സ്മാൾ സിറ്റീസിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് അതിന് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് അവർ എന്ത് ചെയ്യുകയുണ്ടായി, എത്തുകയാണ് ഇതിലൂടെ ചെയ്തത്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ദ മെയിൻ ചാനൽസ് വെയർ മെയ്ഡ് ഓഫ് ബ്രിക്സ് ആൻഡ് മോർട്ടർ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചാനൽ നിർമ്മിക്കണം, ഈ പറഞ്ഞ ഓടകൾ നിർമ്മിക്കണം. നിങ്ങളപ്പോൾ ഓടകൾ കണ്ടിട്ടുണ്ട്, നമുക്ക് ഇവിടെ നമ്മൾ പോകുന്ന അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഓട കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആ പ്രദേശങ്ങളിലുള്ള മലിനജനങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ ഓടകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുക്കി വിടുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇവിടത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ ചാനൽസ് നിർമ്മിച്ചിരുന്നു. എങ്ങനെ, ഈ മലിനജലം പോകുന്നതിന് വേണ്ടി ചാനൽസ് നിർമ്മിച്ചിരുന്നു. എങ്ങനെയായിരുന്നു, മെയ്ഡ് ഓഫ് ബ്രിക്സ് ആൻഡ് മോർട്ടർ. ഒന്നുകിൽ ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടോ അല്ലെങ്കിൽ ചാന്ത് ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യുകയുണ്ടായി, ഈ പറഞ്ഞ ഓടകൾ നിർമ്മിച്ചിരുന്നു. രണ്ട്. മൂന്നാമത്തെ പോയിന്റ്, the drains were covered with loose bricks or stone slabs. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ഐറ്റം എന്നുണ്ട് ഒരു സ്പെല്ല് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കവർ ചെയ്യേണ്ടി വരും. വന്ന് ഹെൽപ്പ് ജനങ്ങൾ എന്ത് ചെയ്യുണ്ടായി, ഈ പറഞ്ഞ ഡ്രെയിൻസ് കവർ ചെയ്തിരുന്നു. എങ്ങനെ, ഒന്നുകിൽ ലൂസ് ബ്രിക്സ് ഓർ സ്റ്റോൺ സ്ലാബ്സ്. ഒന്നുകിൽ നേരത്തെ പറഞ്ഞ ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചുടുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ സ്റ്റോൺ സ്ലാബ്സ് കല്ലിലുള്ള ഈ പറഞ്ഞ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്യുണ്ടായി, ഇത് കവർ ചെയ്യുകയും ചെയ്തിരുന്നു. മൂന്ന്. നാലാമത്തെ പോയിന്റ്, ദ സ്ട്രീറ്റ് ഡ്രെയിൻസ് വെയർ എക്വിപ്ഡ് വിത്ത് മാൻ ഹോൾസ്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ ഈ ഡ്രെയിൻസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പരിഹരിക്കേണ്ടി വരും. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുണ്ടായി, മാൻ ഹോളുകൾ ഇട്ടിരുന്നു, അല്ലെങ്കിൽ ആൾ തുളകൾ ഇട്ടിരുന്നു. നിങ്ങൾ ആ ചെസ് സിനിമ കണ്ടായിരിക്കും. അപ്പോൾ ചെസ് സിനിമയ്ക്കകത്ത് ലാസ്റ്റ് ആ സീൻ വരുന്ന സമയത്ത് അതിൽ ആ കൊച്ച് ആ ഈ ഡ്രെയിൻസിൽ അകപ്പെടുന്ന സമയത്ത് അയാൾ ഇറങ്ങുന്ന ഒരു സീൻ ഉണ്ടല്ലോ ലാസ്റ്റ്. അപ്പോൾ അതൊരു എന്താണ്, ഒരു ഡ്രെയിനാണ്, അല്ലെങ്കിൽ ഒരു മലിനജലം പോകുന്നൊരു ഓടയാണ്. അപ്പോൾ അത് ഇതേപോലെ അത് ഇറങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കൂടുതൽ അടിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് അവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഒരാൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള മാൻ ഹോളുകൾ അല്ലെങ്കിൽ ആൾ തുളകൾ അവർ എന്ത് ചെയ്തിരുന്നു, അവിടെ ഉപയോഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ മരടിലും കെട്ടിക്കിടക്കുകയോ അതല്ലെന്നുണ്ടെങ്കിലോ നേരെ പോകാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് പരിഹരിക്കാനായി മാൻ ഹോളുകൾ അഥവാ ആൾ തുളകൾ അവരെന്ത് ചെയ്തിരുന്നു, ഇവിടെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ലാസ്റ്റ് വൺ, the drainage system of the Harappan shows their engineering skills. ആദ്യം പറയുന്നതാണ് ആ പോയിന്റ്. ഹരപ്പൻ ജനങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വ്യക്തമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ തെളിവായിരുന്നു അവരുടെ ഏതോ ഈ പറഞ്ഞ ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഹരപ്പൻ ജനങ്ങളുടെ അഴുക്കുചാൽ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, അതായത് ആദ്യം പറഞ്ഞ പോലെ ഓരോ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വീടുകളിലും ഈ പറഞ്ഞ പോലെ ഡ്രെയിൻസ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. അത് എവിടേക്ക് എത്തിച്ചിരുന്നവർ വിപുലമായിട്ടും സ്ട്രീറ്റ് ഡ്രെയിൻസിലേക്ക് അല്ലെങ്കിൽ ഈ നഗരങ്ങളിലേക്കുള്ള ഈ അഴുക്കുചാലിലേക്കാണ് അത് എത്തിച്ചിരുന്നത്. അത് ആദ്യം എങ്ങനെ, ഒരു ചെറിയ നഗരത്തിലേക്കും അവിടെ നിന്നുമാണ് അവർ എന്ത് ചെയ്തിരുന്നത്, മറ്റ് വലിയ നഗരങ്ങളിലേക്കും എത്തിച്ചിരുന്നത്. അത്രത്തോളം ഒരു എഞ്ചിനീയറിംഗ് സ്കിൽ അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യമുള്ള ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഹരപ്പയിൽ ഉണ്ടായിരുന്നത്. ഇനി അവർ നിർമ്മിച്ചിരുന്നു എന്തുകൊണ്ടാണ്, ബ്രിക്സ് അല്ലെങ്കിൽ മോർട്ടർ കൊണ്ട്. കാരണം ഇത് എന്ത് ചെയ്യുന്നതിന് വേണ്ടി, പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മലിനജനങ്ങൾ പോകുന്നതിന് കറക്റ്റ് പോകുന്നതിന് വേണ്ടി ഒരു ഓടകൾ നിർമ്മിച്ചു. എന്തുകൊണ്ടാണ്, ചുട്ടെടുത്ത ഇഷ്ടികൾ കൊണ്ട് അല്ലെങ്കിൽ ചാന്ത് ഉപയോഗിച്ച് അവർ നിർമ്മിക്കുകയും ചെയ്തു. പിന്നെ അത് കവർ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ്, ലോസ് ബ്രിക്സ് ഓർ സ്റ്റോൺ സ്ലാബ്സ്. നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ഇഷ്ടികൾ കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോൺ സ്ലാബ്സ്, ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പോലെ സാധനങ്ങൾ കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കവർ ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇതിൽ പ്രശ്നമല്ല ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പരിഹരിക്കേണ്ടി വരും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അവർ എന്ത് ചെയ്തിരുന്നത്, മാൻ ഹോൾ അഥവാ ആൾത്തുള്ളികൾ അതിൽ ഇട്ടുകയും ചെയ്തിരുന്നത്. ഇത് വ്യക്തമാക്കുന്നത് ഹാരപ്പ ജനങ്ങൾ വളരെ എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ഒരു കൂട്ടം ആൾക്കാർ ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഈ ഹെൽത്തിനും ക്ലീൻലൈനസ് അല്ലെങ്കിൽ ഈ ആരോഗ്യത്തിനും വൃത്തിക്കുള്ള ഒരുപാടായി പ്രാധാന്യം കൊടുത്തൊരു കൂട്ടം ആൾക്കാരായിരുന്നു ആരും, ഹരപ്പൻ ജനങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ഇത് കൂടുതലായും നിർമ്മിക്കുകയും ചെയ്തിരുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ നമ്മൾ ഈ ഇന്നത്തെ പോർഷന് ലാസ്റ്റ് എസ്റ്റിലേക്ക് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് വൺ വെയർ ഹൗസസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ധാന്യപ്പുരകളാണ്. ഈ വെയർ ഹൗസ് അഥവാ ഗ്രേറ്റ് ഗ്രാനറി അഥവാ ധാന്യപ്പുരകൾ എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്തായിരിക്കും, അതായത് ഹരപ്പൻ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു, കൃഷി ചെയ്തിരുന്നു. അപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് എന്ത് ലഭിച്ചു, സർപ്ലസ് പ്രൊഡക്ഷൻ, മിച്ചോൽപാദനം ലഭിച്ചു. അപ്പോൾ തങ്ങൾക്ക് ലഭിച്ച ഈ സർപ്ലസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മിച്ചോൽപാദനം അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, സ്റ്റോർ ചെയ്യേണ്ടി വന്നു, ശേഖരിക്കേണ്ടി വന്നു. അതിന് വേണ്ടിയാണ് അവരെന്ത് നിർമ്മിച്ചത്, ഈ വെയർ ഹൗസസ് നിർമ്മിച്ചത്. അപ്പം ഇറ്റ് വാസ് എ ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ മോഹൻജിദാരോ. മോഹൻജിദാരിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ബിൽഡിങ്സിൽ ഒന്നാണ് ഏതാ, നമ്മൾ പറഞ്ഞ വെയർ ഹൗസ് അഥവാ ധാന്യപ്പുരകൾ. ഇനി ഇറ്റ് വാസ് എ മാസിവ് സ്ട്രക്ചർ, അതായത് പ്രത്യേക ഘടന
ഉണ്ട്. വലിയൊരു ഘടന തന്നെ അതുണ്ടായിരുന്നു. മോഹൻജദാരോ മാത്രമല്ല, അന്ന് ഹരപ്പയുടെ പല പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ പോലെ വെയർ ഹൗസിന്റെ ഒരുപാട് തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ പോലെ സ്റ്റോർ സർപ്ലസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, തങ്ങൾക്ക് ലഭിച്ച വസ്തുക്കൾ അവർ എന്ത് ചെയ്തിരുന്നു? ആഹാരമാക്കിയിരുന്നു. പക്ഷേ സർപ്ലസ് ലഭിച്ചപ്പോൾ, മിച്ചോൽപാദനം ലഭിച്ചപ്പോൾ എന്ത് ചെയ്തിരുന്നു? അത് ശേഖരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പണ്ടത്തെ പല വീടുകളിലും പത്തായ പിരിവുകളുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണത്? അതായത് ഈ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു കാലഘട്ടം വരെ ഈ വസ്തുക്കൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? ശേഖരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതേപോലെ തങ്ങൾക്ക് ലഭിച്ച മിച്ചോൽപാദനം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഹരപ്പൻ ജനങ്ങൾ എന്ത് ചെയ്തിരുന്നത്? ഈ പറഞ്ഞ സ്റ്റോർ വെയർ ഹൗസസ് നിർമ്മിച്ചത്, അല്ലെങ്കിൽ ധാന്യപ്പുരകൾ നിർമ്മിച്ചത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ലോവർ പോർഷൻ അവരെന്തുകൊണ്ട് ഈ ബ്രിക്സ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ അപ്പർ പോർഷൻ ആണെന്നുണ്ടെങ്കിലോ ഏത് ഭാഗമാണെന്നുണ്ടെങ്കിലോ വുഡ്സ് അല്ലെങ്കിൽ തടികൾ കൊണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കാര്യം പറയപ്പെടുന്നത്, നമ്മൾ ഈ പറഞ്ഞ ധാന്യപ്പുരയുടെ തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പല പ്രദേശത്തും. അപ്പോൾ അത് വ്യക്തമാക്കുമ്പോൾ ഇതിൻ്റെ ഒരു അപ്പർ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതലായി നശിച്ച് പോയിട്ടുണ്ട്. എന്നാൽ ലോവർ പോർഷൻ ആണെങ്കിലോ അതേപോലെയാണ്. ഇപ്പോൾ ലോവർ പോർഷൻ കൂടുതലായും ബ്രിക്സ് ആയതുകൊണ്ട് അത് വീണ്ടും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ഇതിൻ്റെ അപ്പർ പോർഷൻ ഇതായതുകൊണ്ടായി സുരക്ഷയിൽ ഇത് നശിച്ചു പോവുകയും ചെയ്തത്. ഓക്കെ, നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മൾ ആദ്യം ഈ പാഠത്തിലേക്ക് എത്തി നമ്മൾ പാഠത്തിൽ പഠിച്ചത് എന്തായിരുന്നു? ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്, ഇഷ്ടികകൾ, കൺമണികൾ, അതുപോലെ അസ്ഥികൾ. നമ്മളിവിടെ പഠിക്കുന്നത് ഹരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ്. അതായത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതിന് പേര് കിട്ടാൻ കാരണം പറഞ്ഞു, അത് കണ്ടുപിടിച്ച ആൾക്കാരെ കുറിച്ച് എൻ്റെ ആദ്യകാലത്തെ നമ്മൾ വ്യക്തമാക്കി. അതിനുശേഷം അതിന് 3 ക്ലാസ് ചെയ്തു: ഏർലി ഹരപ്പൻ, മിച്ചൽ ഹരപ്പൻ, ലേറ്റൻ ഹരപ്പൻ. ആദ്യ ഹരപ്പൻ സംസ്കാരം, വികസിത ഹരപ്പൻ സംസ്കാരം, പിൽക്കാല ഹരപ്പൻ സംസ്കാരം. നമ്മൾ ആദ്യം പഠിച്ചത് ഏർലി ഹരപ്പനും മെച്ചൽ ഹരപ്പനും, അല്ലെങ്കിൽ ആദ്യ ഹരപ്പനും പിന്നീട് വികസിത ഹരപ്പനുമുള്ള ഒരു പ്രത്യേകത, അതിൻ്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ നേരെ പോയത് എസ്സേയിലേക്കാണ്. നമ്മൾ എസ്സേ ആണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. എല്ലായ്പ്പോഴും എസ്സേയിൽ ചോദിച്ചു കാണുന്ന ഈ പാടുന്ന എസ്സേകളുടെ പാഠം കൂടിയാണ്. ഇപ്പോൾ എസ്സേ ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്ന രീതി കൂടിയാണ് നമ്മൾ പഠിച്ചത്. മോഹൻജദാരോയെ കുറിച്ച് നമ്മൾ പഠിച്ചത്, അതിൻ്റെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. എന്താണ് മോഹൻജദാരോ വാക്കിൻ്റെ മീനിങ്? മൗണ്ട് ഓഫ് ഡെഡ്, മരിച്ചവരുടെ കുന്ന്. അപ്പോൾ 5 ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ടൗൺ പ്ലാൻ, 2 ക്ലാസ് ചെയ്തപ്പോൾ ഏതൊക്കെയാണ്? തെറ്റാണ്ടലും, ലോവർ ടേണും, കീഴ്പട്ടണമെന്നും കോട്ടയം. രണ്ടാം പഠിച്ചത് ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ഭാരത നിർമ്മാണ രീതികളെ കുറിച്ച് പഠിച്ചു. മൂന്ന് ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പരെ കുറിച്ച് പഠിച്ചു. ലാസ്റ്റ് നിർത്തിയത് ഡ്രെയിനേജ് സിസ്റ്റവും അഴുക്കുചാൽ സംവിധാനവും, അതേപോലെ വെയർ ഹൗസ് അഥവാ ധാന്യപ്പുരകളെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ വീഡിയോ കാണുക. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ.